ഓക്കെ, ഓൾ ആർ വെൽക്കം. അപ്പം നമ്മൾ ഇന്ന് ഈ സെഷൻ നമ്മുടെ ഡിഗ്രി മെയിൻ സിലബസിൽ എക്കണോമിക്സിലെ ന്യൂ എക്കണോമിക് റിഫോംസ് വളരെ സ്പഷ്ടമായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അപ്പോൾ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ സെക്ടേഴ്സിനെയും സ്വാധീനിക്കുന്ന, സ്പർശിക്കുന്ന ഒന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ ഫോറിൻ ട്രേഡ് പോളിസി, ഇന്ത്യയിലെ ഫോറിൻ ട്രേഡ് പോളിസി അല്ലെങ്കിൽ വിദേശ വ്യാപാര നയത്തെ എങ്ങനെയാണ് ന്യൂ എക്കണോമിക് പോളിസീസ് ഇൻഫ്ലുവൻസ് ചെയ്തത് എന്നതാണ് നമ്മളിന്ന് ഈ സെഷൻ കൊണ്ട് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചില കാര്യം ഇതിൻ്റെ ഒരു ഓവർവ്യൂ ആദ്യമേ തന്നെ പറയാം, എന്നിട്ട് അതിൻ്റെ അകത്തെ പോയിന്റ്സ് നമുക്ക് 1 by 1 ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ഈ ചോദ്യം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്താണ് ഈ സെഷൻ ഒരു റെഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനാണ്. ഇത് 2021 പാറ്റേൺ മാറിയ ശേഷം തന്നെയാണ് ഒരു ഡിഗ്രി മെയിൻസിന് ചോദിച്ചൊരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോട്ടിഫൈസ് ദ എക്സിം പോളിസി ഫോർ എ പീരീഡ് ഓഫ്. എക്സിം പോളിസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രാജ്യത്തെ സാമ്പത്തിക നയങ്ങളെ നമുക്കറിയാം, ഫിസ്ക്കൽ പോളിസീസ്, അതുപോലെ തന്നെ മോണിറ്ററി പോളിസീസ്, അതുപോലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്കണോമിക് പോളിസീനെ നമ്മുടെ ഇന്ത്യയിൽ വിളിച്ചു പോന്നിരുന്ന പേരാണ് എക്സിം പോളിസി. ഇന്ന് എക്സിം പോളിസി എന്നൊരു പ്രയോഗം ഇല്ല. ഇനിഷ്യലി ഇറ്റ് വാസ് എക്സിം പോളിസി എന്നായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഈ എക്സിം പോളിസി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഫോറിൻ ട്രേഡ് പോളിസി തന്നെയാണ് എന്ത് എക്സിം പോളിസി. ഫോറിൻ ട്രേഡ് പോളിസി തന്നെയാണ് എന്തെന്ന് വിളിക്കുന്നത്? എക്സിം പോളിസി എന്ന് വിളിക്കുന്നത്. ഇതിൽ എക്സിം സ്റ്റാൻഡ്സ് ഫോർ വാട്ട്? എക്സ്പോർട്ട് ഇമ്പോർട്ട്. ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയും പുറലോകവും തമ്മിലുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വ്യവഹാരമാണെന്ത് ഫോറിൻ ട്രേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് പുറം ലോകത്തേക്ക് സാധന സാമഗ്രികളെ കയറ്റിവിടുകയാണെങ്കിൽ അതിനെ എക്സ്പോർട്ട് എന്നല്ലേ പറയുന്നേ, അല്ലേ? അതുപോലെ ഇന്ത്യയിലേക്ക് ഫോറിൻ ഗുഡ്സ് വരികയാണെങ്കിൽ അതിന് ഇമ്പോർട്ട് എന്നല്ലേ പറയുന്നേ. സോ ആ നിലയ്ക്ക് ഫോറിൻ ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ ട്രേഡിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഏതാണ്? എക്സ്പോർട്ടും ഇമ്പോർട്ടും ആണ്. സോ അതിനെ സ്വാധീനിക്കുന്ന നയം എന്നുള്ള അർത്ഥത്തിൽ ആ പോളിസിയെ വിളിച്ച് പോന്നിരുന്നത് എന്താണ്? എക്സിം പോളിസി എന്നാണ്. എന്താണ്? എക്സിം പോളിസി എന്നാണ്. ഇപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇന്ത്യയുടെ ഈ എക്സിം പോളിസി അല്ലെ നമ്മൾ ഇന്ന് കാണുന്ന അല്ലെ ഇന്നത്തെ നമ്മുടെ പ്രയോഗമായ ഫോറിൻ ട്രേഡ് പോളിസി, ഇന്ത്യയുടെ വിദേശ വ്യാപാര നയം, ഇന്ത്യയുടെ വിദേശ വ്യാപാര നയത്തിന്റെ ഒരു എവല്യൂഷനാണ് ഞാൻ പറയുന്നത്. ആ എവല്യൂഷൻ നമുക്ക് 1991 വർഷത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മുടെ മെയിൻ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ന്യൂ എക്കണോമിക് റിഫോംസ് തുടങ്ങിയ അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ആരംഭിച്ച, അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ച വർഷമാണെന്ത്? 1991. അപ്പൊ 1991 മുമ്പും 1991 ശേഷവും, 1991 മുന്നേയും 1991 പിൻപും എന്നുള്ള അർത്ഥത്തിൽ, ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് പഠിക്കാം? ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് പോളിസി പഠിക്കാം. അപ്പൊ അതിൻ്റെ അകത്തൊരു ഓവർവ്യൂ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് പോളിസീസ് തുടക്കത്തിൽ ഇറ്റ് വാസ് ആക്ച്വലി ആനുവൽ എക്സിം പോളിസീസ്. 1 year പോളിസീസ് ആയിരുന്നു. ഇനിഷ്യലി when India drafted foreign trade policies, India drafted it for a single year, one at a time. Okay, for 1 year at a time, 1 year, ഒരു വർഷത്തേക്കുള്ള ആനുവൽ എക്സിം പോളിസീസ് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തിരുന്നത്? നമ്മൾ നിർമ്മിച്ചിരുന്നത്. നമ്മുടെ നയങ്ങൾ ഓരോ വർഷത്തേക്ക് വേണ്ടി മാത്രമായിരുന്നു ഈ ഒരു പ്രവണത. അപ്പൊ ഇനിഷ്യലി നമ്മുടെ ഫോറിൻ ട്രേഡ് പോളിസിയുടെ അല്ലെങ്കിൽ എക്സിം പോളിസിയുടെ സ്വഭാവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ, ഇന്ന് നിലവിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എക്സിം പോളിസി നോട്ടിഫൈ ചെയ്യുന്നത് എത്ര കാലയളവിലേക്കെന്നാണ് ചോദ്യം. സോ കാലയളവ് അറിഞ്ഞിരിക്കണം. അത് വെറുതെ ചോദിച്ചതല്ല, ആ കാലയളവ് എടുത്ത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ് കാരണം? ഇതിന്റെ ഉത്തരം 5 years ആണ്. പക്ഷേ ഒറിജിനലി when India envisaged its foreign policies for the very first time after independence, it was not meant for a സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു മിഡ് ടേം ലോങ് ടേം ഡ്യൂറേഷനിലേക്ക് ആയിരുന്നില്ല. റാദർ ഇറ്റ് വാസ് ഫോർ എ സിംഗിൾ ഇയർ, ഒരു വർഷത്തേക്കായിരുന്നു. അപ്പൊ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് പോളിസി അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ് പോളിസി എന്നുള്ള ഒരു പ്രയോഗം തന്നെ വരുന്ന എപ്പോഴാണെന്നറിയോ? ഇന്ത്യയുടെ എക്സിം പോളിസീസിനെ
ഫോറിൻ ട്രേഡ് പോളിസീസ് എന്ന് വിളിക്കാൻ തുടങ്ങിയത് പോലും ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലഘട്ടം തൊട്ടാണ്. ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2004 മുതലാണ് നമ്മുടെ രാജ്യത്തെ വിദേശ വ്യാപാര നയങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ വിദേശ വ്യാപാര നയത്തെ നമ്മൾ എന്തെന്ന് വിളിക്കാൻ തുടങ്ങിയത്? ആസ് സച്ച് ഫോറിൻ ട്രേഡ് പോളിസി എന്ന് വിളിക്കാൻ തുടങ്ങിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2004 വരെ നമ്മുടെ ഫോറിൻ ട്രേഡ് പോളിസീസിനെ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? അത് എക്സിം പോളിസി എന്നായിരുന്നു. എന്തായിരുന്നു? എക്സിം പോളിസി എന്നായിരുന്നു. ഓക്കെ, സോ പേര് മാറി, എക്സിം പോളിസി എന്ന് മാറിയിട്ട് ഫോറിൻ ട്രേഡ് പോളിസി എന്നായി. കാലയളവിൽ മാറ്റം വന്നു. സോ അതിന്റെ ഒരു ചരിത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഇങ്ങനെ ഇത് ചുമ്മാ കാണാതെ പഠിക്കാൻ വേണമെങ്കിൽ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് പോളിസി 5 years ഓക്കെ എന്നിങ്ങനെ വേണമെങ്കിൽ പഠിച്ചു വെക്കാം. അങ്ങനെ പഠിച്ചതുകൊണ്ട് അർത്ഥമില്ല. ഇതിന്റെ നാൾ വഴികൾ അറിയണം. ഇതൊരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു സബ് ടോപ്പിക്കാണ്. ഇതിന്റെ അകത്ത് ആവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സും അതിന്റെ പ്രിമിസും അതിന്റെ ചരിത്രവും അറിയണം. അപ്പൊ ചരിത്രം അറിയണമെങ്കിൽ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് പോളിസീസ് എങ്ങനെയാണ് പരിണമിച്ച് വന്നതെന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം ഒരു വലിയ കാലയളവിൽ നമ്മുടെ എക്സിം പോളിസി അല്ലെങ്കിൽ ഇന്നത്തെ ഫോറിൻ ട്രേഡ് പോളിസി 1 year ആയിരുന്നു. എന്താണ്? 1 year ആയിരുന്നു. എപ്പോൾ വരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആബിദ് ഹുസൈൻ കമ്മിറ്റി റെക്കമെൻഡേഷൻ വരുന്നത് വരെ. എപ്പോൾ വരെയാണ്? ആബിദ് ഹുസൈൻ കമ്മിറ്റി റെക്കമെൻഡേഷൻസ് വരുന്നത് വരെ. ആബിദ് ഹുസൈൻ കമ്മിറ്റി റെക്കമെൻഡേഷൻസ് വന്ന് അത് നടപ്പിലാക്കപ്പെട്ട 1985 വരെ നമ്മുടെ എക്സിം പോളിസിയുടെ കാലയളവ് എത്ര വർഷമായിരുന്നു? നമ്മുടെ എക്സിം പോളിസി 1 year എക്സിം പോളിസി അല്ലെ ആനുവൽ എക്സിം പോളിസി ആയിരുന്നു. 1985 ഓൺവേർഡ്സ് അതെന്തായി മാറി? 1985 ഓൺവേർഡ്സ് അത് ഫോർ ദ ഫസ്റ്റ് ടൈം ഇന്ത്യയുടെ ഫോറിൻ പോളിസി ലോങ് ടേം ആയിട്ട് മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയോണ്ട് 1 year, ഒരു വർഷത്തിനപ്പുറത്തേക്കുള്ള ഒരു കാലയളവിലേക്ക് ഫോറിൻ ട്രേഡ് പോളിസീസ് ആബിദ് ഹുസൈൻ കമ്മിറ്റി റെക്കമെൻഡേഷൻസ് പ്രകാരം നമ്മുടെ രാജ്യത്ത് ഫോർമുലേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അപ്പൊ 85 ഫോർ ദ വെരി ഫസ്റ്റ് ടൈം നമ്മുടെ രാജ്യത്ത് ഫോറിൻ ട്രേഡ് പോളിസി ആ ഒരു വർഷം എന്നുള്ള ബ്രാക്കറ്റിന്റെ വെളിയിൽ 3 year പോളിസി ആയിട്ട് മാറുന്നത്. എന്തായിട്ട് മാറുന്നത്? ഒരു 3 year പോളിസി ആയിട്ട് മാറുന്നത് എപ്പോഴാണ്? After the recommendations of Abid Hussain Committee and when these recommendations were accepted by the government of India, our annual exim policy became what? A long-term exim policy. A long-term in the sense that it became, for the very first time, it became a 3 year policy. Okay, ഈ 3 year പോളിസി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന്റെ ഇടയ്ക്കാണ് നമുക്ക് 1991 BOP ക്രൈസിസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അങ്ങനെ IMFന്റെ റെക്കമെൻഡേഷൻസ് വരുന്നു. IMFന്റെ റെക്കമെൻഡേഷൻസിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? IMFന്റെ റെക്കമെൻഡേഷൻസിന്റെ ഭാഗമായിട്ട് സ്ട്രക്ചറൽ റിഫോംസ് റെക്കമെൻഡ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ബാലൻസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയണ്ടേ സ്റ്റെബിലൈസിങ് ആയിട്ടുള്ള എക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള സ്ട്രക്ചറൽ പ്രൊസീജിയറൽ റിഫോംസും റെക്കമെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആ നിലയ്ക്ക് നമ്മൾ സ്വീകരിച്ച ഫോറിൻ ട്രേഡ് പോളിസി ആയിട്ട് ബന്ധപ്പെട്ട IMFന്റെ റെക്കമെൻഡേഷൻസ് പ്രകാരം നമ്മൾ പ്രൊസീജിയറൽ ആയിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ എവിടെയും കൊണ്ടുവരുന്നുണ്ട്? നമ്മുടെ വിദേശ വ്യാപാര നയത്തിലും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നമ്മുടെ ന്യൂ എക്കണോമിക് റിഫോംസ് ഇൻഫ്ലുവൻസ് ചെയ്ത യെറ്റ് അനദർ സെക്ടർ ആണെന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഫോറിൻ ട്രേഡ് പോളിസി. സമഗ്രമായ മാറ്റമാണ് ന്യൂ എക്കണോമിക് റിഫോംസിലൂടെ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നുള്ള ആ പേരിൽ അറിയപ്പെടുന്ന പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ എക്കണോമിയുടെ സകല മേഖലകളെയും സ്വാധീനിച്ചു എന്നുള്ളതാണ്. സകലമാന മേഖലകളെയും എന്ത് സ്വാധീനിക്കുന്നുണ്ട്? ന്യൂ എക്കണോമിക് റിഫോംസ് സ്വാധീനിക്കുന്നുണ്ട്. അത്തരത്തിൽ സ്വാധീനിച്ച് അത്തരത്തിൽ പ്രൊസീജിയറൽ ആയിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള റിഫോംസ് വന്ന ഒരു സെക്ടർ ആണെന്ത്? ഫോറിൻ ട്രേഡ്, ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രൊസീജിയറൽ ആയിട്ടുള്ള സ്ട്രക്ചറൽ ആയിട്ടുള്ള മാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമാണ് അതുവരെ 85 തുടങ്ങി മിഡ് ടേം അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് മാറിയ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് പോളിസി ഫോർ ദ വെരി ഫസ്റ്റ് ടൈം 5 year ടെന്യൂർ സ്വീകരിക്കുന്നത്, കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള കുറച്ചുകൂടെ ലോങ് ആയിട്ടുള്ള ഒരു പീരീഡ് അല്ലെങ്കിൽ ടെന്യൂർ സ്വീകരിക്കുന്നത് ആരുടെ അല്ലെങ്കിൽ എന്തിന്റെ ഭാഗമായിട്ടാണ്? ന്യൂ എക്കണോമിക് റിഫോംസിന്റെ ഭാഗമായിട്ടാണ്. എന്തിന്റെ ഭാഗമായിട്ടാണ്? ന്യൂ എക്കണോമിക് റിഫോംസിന്റെ ഭാഗമായിട്ട് 92 മുതൽ 8ാമത്തെ പഞ്ചവത്സര പദ്ധതി. ഓക്കെ, 8ാമത്തെ പഞ്ചവത്സര പദ്ധതിക്ക് കോ ടെർമിനസ് ആയിട്ട് നമുക്കറിയാം, 5 year പ്ലാൻസ് പഠിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം, ആ ഒരു പ്ലാൻ ഹോളിഡേ നമ്മൾ 1992 വരെയുള്ള കാലഘട്ടത്തിൽ, 90 മുതൽ 92 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ പ്ലാൻ ഹോളിഡേയിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് ഇതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാവുന്നത് ന്യൂ എക്കണോമിക് റിഫോംസിന്റെ. അത്തരത്തിൽ ആ ബ്ലൂ പ്രിന്റിന്റെ ഭാഗമായിട്ട് ഫോറിൻ ട്രേഡ് പോളിസീസിന്റെ കാലാവധി നീട്ടാനായിട്ടുള്ള പ്രൊസീജിയറൽ ആയിട്ടുള്ള
മാറ്റം കൂടി ന്യൂ എക്കണോമിക് റിഫോംസിന്റെ ഭാഗമായിട്ട് സജസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആ സജഷൻ സ്വീകരിച്ചുകൊണ്ട് 8ാം പഞ്ചവത്സര പദ്ധതിക്ക് കോ ടെർമിനസ് ആയിക്കൊണ്ട് 8ാം പഞ്ചവത്സര പദ്ധതി 92-97 ആ 92-97 കാലയളവ് ആ 5 ഇയേഴ്സിന് കോ ടെർമിനസ് ആയിട്ടുണ്ട്. കോ ടെർമിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ കാലയളവ്. അപ്പൊ 8ാം പഞ്ചവത്സര പദ്ധതി തീരുമ്പോഴായിരിക്കും എന്ത് നമ്മുടെ 5 ഇയർ എക്സിം പോളിസിയുടെ കാലാവധിയും അവസാനിക്കുന്നത്. അങ്ങനെ നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ 5 ഇയർ എക്സിം പോളിസി നടപ്പിലാവുന്ന വർഷം ഏതാണ്? 92. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ന്യൂ എക്കണോമിക് റിഫോംസ് ആണ്. അപ്പൊ നിങ്ങൾ പറയൂ, ന്യൂ എക്കണോമിക് റിഫോംസിന്റെ ഭാഗമായിട്ട് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട പ്രൊസീജറൽ സ്ട്രക്ചറൽ മാറ്റമല്ലേ ഫോറിൻ ട്രേഡ് പോളിസിയുടെ കാലാവധി കൂട്ടി എന്നുള്ളത്? ഫോറിൻ ട്രേഡ് പോളിസിയുടെ കാലാവധി കൂട്ടി എന്നുള്ളത് അല്ലേ? അല്ലേ? ശരിയല്ലേ? അപ്പൊ ന്യൂ എക്കണോമിക് പോളിസീസിന്റെ ഭാഗമായിട്ട് 3 വർഷം കാലാവധി ഉണ്ടായിരുന്ന എക്സിം പോളിസി എന്തായി മാറി? 5 ഇയർ എക്സിം പോളിസി ആയിട്ട് മാറി. അതായത് 92-ലും അതിന്റെ പേര് ഫോറിൻ ട്രേഡ് പോളിസി എന്നല്ല, എന്ത് തന്നെയാണ്? എക്സിം പോളിസിയും തന്നെയാണ്. എന്ത് തന്നെയാണ്? എക്സിം പോളിസിയും തന്നെയാണ്. അപ്പൊ നമുക്കൊരു ടൈം ലൈൻ വരച്ചു നോക്കാം. ടൈം ലൈൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ച് 1985 വരെ 1985 വരെ നമ്മുടെ ഫോറിൻ ട്രേഡ് പോളിസി എന്താണ്? ആനുവൽ എക്സിം പോളിസിയാണ്. എന്താണ്? ആനുവൽ എക്സിം പോളിസിയാണ്. ആനുവൽ എക്സിം പോളിസിയാണ്. ഓക്കെ, ആനുവൽ എക്സിം പോളിസിയാണ്. ഇനി 85-92 വരെ 85-92 വരെയുള്ള ആ ഷോർട്ട് പീരീഡിലോ, ആ ഷോർട്ട് പീരീഡ് ആണെങ്കിൽ പോലും അവിടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് പോളിസി ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ആനുവൽ പോളിസിയിൽ നിന്ന് മാറി എന്തായി മാറി? ലോങ് ടേം പോളിസിയായി മാറി. ലോങ് ടേം എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര വർഷമാണ്? 3 ഇയർ എക്സിം പോളിസി ആയിട്ട് മാറി. 3 ഇയർ എക്സിം പോളിസി ആയിട്ട് മാറി. ഇനി 92-ൽ എന്താ സംഭവിക്കുന്നത്? 92 തൊട്ട് 97 വരെ ഫോർ ദ വെരി ഫസ്റ്റ് ടൈം നമ്മുടെ രാജ്യത്ത് ഒരു 5 ഇയർ എക്സിം പോളിസി നടപ്പിലാക്കാൻ തുടങ്ങി. എന്താണ്? 5 ഇയർ എക്സിം പോളിസി നടപ്പിലാക്കാൻ തുടങ്ങി. 92-97. ഓക്കെ, 97 2002, 97 2002, 2002 2007 ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത് ഫോറിൻ ട്രേഡ് 5 ഇയർ എക്സിം പോളിസി. അങ്ങനെ 97 2002 കഴിഞ്ഞു. 2002 2007 5 ഇയർ എക്സിം പോളിസി നടപ്പിലാവുന്ന സമയത്ത് ആര് വന്നു? നമ്മുടെ പുതിയ ഗവൺമെന്റ് ഭരണമാറ്റം ഉണ്ടായി. NDA ഗവൺമെന്റ്, വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് ഭരണത്തിൽ നിന്ന് ഇറങ്ങുകയും CPM പിന്തുണയോട് കൂടിയായിട്ടുള്ള കോൺഗ്രസ് ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ആ 5 ഇയർ എക്സിം പോളിസി മാറ്റിവെച്ചിട്ട് 2004 ഫോർ ദ വെരി ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യയിൽ ആദ്യത്തെ ഫോറിൻ ട്രേഡ് പോളിസി നടപ്പിലാക്കുന്നു. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ ഫോറിൻ ട്രേഡ് പോളിസി നടപ്പിലാക്കുന്നു. വർഷം 2004 അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങളാ. നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. പക്ഷെ ഇതാണ് അതിന്റെ ചരിത്രം. ഈ ചരിത്രം നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പൊ എക്സിം പോളിസി ആയിരുന്നു, അത് ആനുവൽ എക്സിം പോളിസി ആയിരുന്നു. 85 വരെ അങ്ങനെ ആയിരുന്നു. 85-ൽ ആബിദ് ഹുസൈൻ കമ്മിറ്റി റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ 3 ഇയർ എക്സിം പോളിസി ആയിട്ട് മാറുന്നുണ്ട്. ഈ 3 ഇയർ എക്സിം പോളിസിക്ക് എന്ത് സംഭവിക്കുന്നു? ആ 92-ല് നമ്മുടെ IMF-ന്റെ ഇടപെടലോടുകൂടി സ്ട്രക്ചറൽ റിഫോംസ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് അതെന്തായി മാറി? സ്ട്രക്ചറൽ റിഫോംസ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് അത് 5 ഇയർ എക്സിം പോളിസി. അങ്ങനെ 5 ഇയർ എക്സിം പോളിസി 8ാം പഞ്ചവത്സര പദ്ധതിക്ക് കോ ടെർമിനസ് ആയിട്ട് ആരംഭിക്കുന്നു. അതിനുശേഷം 2004 ഒരു ഭരണമാറ്റം ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫോറിൻ ട്രേഡ് പോളിസി എന്ന പേരോടുകൂടി എക്സിം പോളിസി നടപ്പിലാവുന്നു. അതിന്റെ കാലാവധി എത്രയാണ്? 5 ഇയേഴ്സ് ആണ്. അതിന്റെ കാലാവധി എത്രയാണ്? 5 ഇയേഴ്സ് ആണ്. ഇതാണ് അതിന്റെ അകത്തെ ഈ ഒരു പീരിയഡ് അല്ലെങ്കിൽ ടൈം പീരീഡുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ പ്രീ 1991 ആൻഡ് പോസ്റ്റ് 1991 ഡെവലപ്മെന്റ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും വ്യക്തമായെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചുമ്മാ സോൾവ് ചെയ്തുകൂടെ? നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു കാരണവശാലും ഇത്ര ഏരിയാസ് എക്കണോമിക്സ് കാണാതെ പഠിക്കരുത്. എക്കണോമിക്സ് പഠിക്കുന്ന കൂട്ടത്തിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ചെറിയ റിസർച്ച് നടത്തുക, അല്ലെങ്കിൽ അധ്യാപകരുടെ അടുത്ത്, മെന്റേഴ്സിന്റെ അടുത്ത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾ ഫോളോ ചെയ്യാം. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ഇത്? വെറുതെ കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമല്ല. എല്ലാവരും അത് കാണാതെ പഠിപ്പിക്കുന്നത്. എക്സിം പോളിസി 5 ഇയർ ആണ്. എക്സിം പോളിസി എന്നുള്ള പേര് തന്നെ ഇപ്പൊ പ്രയോഗത്തിലില്ല. ഇപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ഫോറിൻ ട്രേഡ് പോളിസി എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഓക്കെ, ഇതാ ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോട്ടിഫൈസ് ദ എക്സിം പോളിസി ഫോർ എ പീരിയഡ് ഓഫ്, ആൻസർ ഏതാ വരുന്നത്? ആൻസർ 5 ഇയേഴ്സ് ആണ്. ആൻസർ എന്താണ്? 5 ഇയേഴ്സ് ആണ്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തേ. ഡാഷ് പോളിസി ഓഫ് എ ഗവൺമെന്റ് ഈസ് ദ ഗൈഡ് ലൈൻസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ ഇന്ത്യ.
ഡാഷ് പോളിസി ഓഫ് എ ഗവൺമെന്റ് ഈസ് ദ ഗൈഡ് ലൈൻസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ ഇന്ത്യ. ഡാഷ് പോളിസി ഓഫ് എ ഗവൺമെന്റ് ഈസ് ദ ഗൈഡ് ലൈൻസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാരത്തെ സ്വാധീനിക്കുന്ന ഗവൺമെന്റ് നയത്തിനെ വിളിക്കുന്ന പേരെന്താണ് എന്നാണ് ചോദ്യം. ഇന്ത്യയുടെ അന്താരാഷ്ട്ര വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട്, ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട്, ഇന്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ആ പോളിസീനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് എക്സിം പോളിസി. ഇന്ന് അതിന് ഒഫീഷ്യലി അറിയപ്പെടുന്ന പേര് എന്ത് തന്നെയാണ്? FTP എന്ന് തന്നെയാണ്. എന്താണ്? ഫോറിൻ ട്രേഡ് പോളിസി എന്ന് തന്നെയാണ്. എക്സിം എന്നുള്ള പേരിലാണ് തുടങ്ങിയത്. നൗ ഇറ്റ് ഈസ് ഒഫീഷ്യലി നോൺ ആസ് വാട്ട്? ഫോറിൻ ട്രേഡ് പോളിസി. ഇന്ത്യസ് ഫോറിൻ ട്രേഡ് പോളിസി 1, ഫോറിൻ ട്രേഡ് പോളിസി 2, ഫോറിൻ ട്രേഡ് പോളിസി 3 എന്നുള്ള പേരിൽ തന്നെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ് us ഹാവ് എ ക്വിക്ക് റിവ്യൂ ഓഫ് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഞാൻ എല്ലാ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം എന്താണ് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡിൽ സംഭവിച്ചതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് പോളിസിയുടെ ഒരു ഇവാലുവേഷൻ ആണ് ഞാൻ നടത്തുന്നത്, ഒരു വിലയിരുത്തൽ. ഓക്കെ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുന്ന സമയത്ത് നമ്മുടെ ഫോറിൻ ട്രേഡിന്റെ സ്വഭാവം, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയുടെ സ്വഭാവം, ഇന്ത്യ വാസ് ആൻ ഓപ്പൺ എക്കണോമി. അത് ആരുടെ നയമാണ്? അത് ഇവിടെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നയമായിരുന്നു. എന്താണ്? ഇന്ത്യ ഒരു ഓപ്പൺ എക്കണോമിയാണ്. ഇവിടുന്ന് അനസ്യൂതം റോ മെറ്റീരിയൽസ് വളരെ ചീപ്പായിട്ട് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെടുകയും ഈ പറയുന്ന പോലെ ബ്രിട്ടനിലെയും യൂറോപ്പിലെയും ഇൻഡസ്ട്രിയൽ മാർക്കറ്റുകളിലേക്ക് ഈ റോ മെറ്റീരിയൽസ് വളരെ ചീപ്പായിട്ട് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യപ്പെടുകയും അവിടെ നിന്നുള്ള ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫൈൻ ആയിട്ടുള്ള ചീപ്പായിട്ടുള്ള ഗുഡ്സ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിറ്റഴിക്കപ്പെടുകയും ചെയ്തിരുന്നു. ആ നിലയ്ക്ക് ഇന്ത്യ എന്താണ്? ഒരു ഫിനിഷ്ഡ് പ്രോഡക്ട്സിന്റെ മാർക്കറ്റായിട്ട് മാറിയിരുന്നു. അങ്ങനെ വരുമ്പം നമുക്കറിയാം വരവ് കാശ് ചെലവ് കാശ്. ഓക്കെ, അപ്പൊ ഇന്ത്യയും പുറലോകവും തമ്മിലുള്ള ഇത്തരത്തിലുള്ള ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യക്ക് ഒരു എക്സ്റ്റേണൽ അക്കൗണ്ട് ഉണ്ട്. ഇന്ത്യക്ക് എന്തുകൊണ്ട്? ഒരു എക്സ്റ്റേണൽ അക്കൗണ്ട് ഉണ്ട്. ആ എക്സ്റ്റേണൽ അക്കൗണ്ടിനെയാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്? മലയാളത്തിൽ നമ്മൾ അതിനെ അടവ്, വരവ്, ശിഷ്ടം എന്നൊക്കെ പറയും. എന്താണ്? അടവ്, വരവ്, ശിഷ്ടം എന്നൊക്കെ വിളിക്കും. ബാലൻസ് ഓഫ് പേയ്മെന്റ് നടത്തിയിട്ട് എന്തുകൊണ്ട് ബാലൻസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ക്യാഷ് ഫ്ലോ ആണ് ഇവിടെ നോക്കുന്നത്. എന്താണ്? ക്യാഷ് ഫ്ലോ ആണ് നോക്കുന്നത്. സോ ക്യാഷ് ഫ്ലോ പരിശോധിച്ച ശേഷം എത്രയാണ് ബാലൻസ് എന്ന് അറിയുന്നതാണെന്ത്? ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നുള്ള ഇന്ത്യയുടെ എക്സ്റ്റേണൽ അക്കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡാണ്. എന്തിന്റെ സിസ്റ്റമാറ്റിക് റെക്കോർഡാണ്? ഇന്ത്യയുടെ എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻസിന്റെ സിസ്റ്റമാറ്റിക് റെക്കോർഡാണ്. അവിടെ നിങ്ങൾ അടിവരയിട്ട് പഠിക്കേണ്ട ഒരു വാക്ക് എക്സ്റ്റേണൽ എന്നുള്ളതാണ്. എക്സ്റ്റേണൽ റെഫേഴ്സ് ടു വാട്ട്? എക്സ്റ്റേണൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി എപ്പോഴും ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റ് കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്നങ്ങ് ചിന്തിച്ചാൽ മതി. എന്താണ്? ഇന്ത്യ ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് എന്ന് ചിന്തിച്ചാൽ മതി. ഇന്ത്യയും പുറലോകവും തമ്മിലുള്ള വ്യവഹാരങ്ങളാണ് നമ്മൾ എവിടെ രേഖപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഏതിന്റെ ഭാഗമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്? എക്സ്റ്റേണൽ എന്നുള്ള ഒരു വാക്കിൽ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ അല്ലെങ്കിൽ എക്കണോമിക് കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ ഇനി എക്സ്റ്റേണൽ എന്നുള്ളൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യയും പുറലോകവും തമ്മിലുള്ള വ്യവഹാരങ്ങൾ. ഓക്കെ, എക്സ്റ്റേണൽ എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് ഹ്യൂമൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സ്ചേഞ്ചസും ഉണ്ട്, എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ എക്സ്ചേഞ്ചസും ഉണ്ട്. പൊളിറ്റിക്കൽ എക്സ്ചേഞ്ചസ് എന്ന് പറയുമ്പോൾ അവിടെയാണ് നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഭാഗമായിട്ട് ഒരുപാട് ട്രേഡ്, എന്താ പറയണ്ടേ, ട്രേഡ് അഗ്രിമെന്റ്സ് അല്ല, ട്രേഡ് അഗ്രിമെന്റ്സ് ഇൻക്ലൂഡിങ് ട്രേഡ് അഗ്രിമെന്റ്സ് നമ്മൾ പറയത്തില്ലേ, ബൈലാറ്ററൽ റിലേഷൻഷിപ്പ്, മൾട്ടിലാറ്ററൽ റിലേഷൻഷിപ്പ്. ഇന്റർനാഷണൽ റിലേഷൻസിൽ നിങ്ങൾ രാജ്യങ്ങൾക്ക് ഇടയിൽ സംഭവിക്കുന്ന ആ ഒരു ഹൈ ലെവൽ പൊളിറ്റിക്കൽ എക്സ്ചേഞ്ചസ് ആണ് എക്സ്റ്റേണലിന്റെ ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. എന്നാൽ എക്സ്റ്റേണലുമായിട്ട് ബന്ധപ്പെട്ട എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ ആസ്പെക്ട് നമ്മൾ പ്രധാനമായിട്ടും ഒരു എക്കണോമിക്സിന്റെ ആംഗിളിലൂടെ നോക്കുമ്പം അതിൻ്റെ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ് മുൻനിർത്തിയാണ് നമ്മളത് വിലയിരുത്താറുള്ളത്. ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ആ ഒരു അവസ്ഥ നോക്കിയിട്ടാണ് നമ്മൾ വിലയിരുത്താറുള്ളത്. ഓക്കെ, അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുമ്പം നമ്മുടെ ഇന്ത്യയിൽ ഓക്കെ, ഞാൻ അതിന്റെ ചരിത്രം പറയാൻ തുടങ്ങുകയാണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചോ. ഇന്ത്യയിൽ IMFന്റെ കൺവെൻഷൻ പ്രകാരം, IMF നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് രേഖപ്പെടുത്തുന്നത്. അല്ലെ, ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ആ ഒരു
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, BOP ഈസ് നത്തിങ് ബട്ട് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണ്? ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരവും ചെലവും റെസിപ്റ്റും എക്സ്പെൻഡിച്ചറും രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ആ നിലയ്ക്ക് BOP എന്ത് തന്നെയാണ്? BOP ഈസ് അഗൈൻ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. BOP ഈസ് അഗൈൻ എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ BOP എന്ന് പറയുന്ന ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ വരവ്, അതിനെ ക്യാഷ് ഇൻഫ്ലോ എന്ന് വിളിക്കുകയാണ്. ക്യാഷ് ഇൻഫ്ലോ, ചെലവ് ക്യാഷ് ഔട്ട്ഫ്ലോ, ഇത് രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ അറിയേണ്ടത് ഇന്ത്യയും പുറലോകവും തമ്മിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട, ഫിനാൻഷ്യൽ മീൻസ് എക്കണോമിക് ട്രാൻസാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട വരവും ചെലവും ആണല്ലോ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്പം ഇന്ത്യയും പുറലോകവും തമ്മിലുള്ള ഈ സാമ്പത്തിക വ്യവഹാരങ്ങൾ എത്ര മാർക്കറ്റുകൾ വഴി നടക്കുന്നു? സാമ്പത്തിക വ്യവഹാരങ്ങൾ നടക്കുന്ന ഇടങ്ങളെ നമ്മൾ മാർക്കറ്റ്സ് എന്നല്ലേ വിളിക്കുന്നത്. മാർക്കറ്റുകൾ മുഖാന്തരമല്ലേ സാമ്പത്തിക വ്യവഹാരങ്ങൾ നടക്കത്തുള്ളൂ. അപ്പൊ എത്ര മാർക്കറ്റ് ഉണ്ടോ അത്രയും അക്കൗണ്ട് നമുക്ക് കാണും. എത്ര മാർക്കറ്റ് ഉണ്ടോ അത്രയും അക്കൗണ്ട് നമുക്ക് കാണും. ഓക്കെ, അപ്പൊ ഇന്ത്യയും പുറലോകവും തമ്മിലുള്ള വ്യവഹാരങ്ങൾ എത്ര മാർക്കറ്റുകൾ വഴിയാണോ നടക്കുന്നത് അത്രയും അക്കൗണ്ട്സ് നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ബാലൻസ് ഓഫ് പേയ്മെന്റ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എത്ര മാർക്കറ്റുകളാണ് പൊതുവിലുള്ളത്? പൊതുവിൽ 2 മാർക്കറ്റ്സ് ആണുള്ളത്. എന്താണ്? 2 മാർക്കറ്റ്സ് ആണുള്ളത്. അതിലൊന്ന് ഇന്ത്യയും പുറലോകവും തമ്മിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ട്രാൻസാക്ഷൻസ് നടക്കുന്ന മാർക്കറ്റും ഉണ്ട്. ഇന്ത്യയും പുറലോകവും തമ്മിലുള്ള ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന മാർക്കറ്റും ഉണ്ട്. അതായത് നിങ്ങൾ ഏത് മാർക്കറ്റിന് ഉദാഹരണം പറഞ്ഞാലും അത് ഒന്നുകിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് മാർക്കറ്റിൽ പോയി ഉൾപ്പെടുത്താൻ നമുക്ക്, അതല്ല എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കുന്ന മാർക്കറ്റിൽ ഉൾപ്പെടുത്താം. ഓക്കെ, നിങ്ങൾ പറയുന്നു ഇന്ത്യയിൽ നിന്ന് നമ്മൾ എന്താ പറയണ്ടേ, പ്രോൺസ് അല്ലെ, പ്രോൺസ് അറിയത്തില്ലേ, കൊഞ്ചറിയത്തില്ലേ, അല്ലെ മറൈൻ പ്രോഡക്ട്സ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നു, വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. മറൈൻ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറിയിൽ വരും? സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ എന്നുള്ള കാറ്റഗറിയിലല്ലേ വരുന്നത്. സോ ഗുഡ്സ് ആൻഡ് സർവീസസ് കാറ്റഗറിയിൽ വരുന്ന സാധനമാണെന്ത്? ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫിഷ് അല്ലെങ്കിൽ മറൈൻ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ടൂറിസം ഏതിൽ വരും? സർവീസസിൽ വരും. ടൂറിസം ഏതിൽ വരും? സർവീസസിൽ വരും. സംശയമില്ലല്ലോ. എന്നാൽ ഈ പറയുന്നത് പോലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഗുഡ്സോ സർവീസോ അല്ല, മറിച്ച് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്. പണത്തിന് ആവശ്യമുള്ള ഒരു പണം കണ്ടെത്തുന്ന മാർക്കറ്റിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. പണത്തിന് ആവശ്യമുള്ള ഒരു പണം കണ്ടെത്തുന്ന മാർക്കറ്റിനെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. സോ പണം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പണം നൽകാനും തയ്യാറാവണം. അപ്പൊ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ 2 കൂട്ടം ആൾക്കാരാണുള്ളത്. ആരൊക്കെയാ? ഒന്ന് പണത്തിന് ആവശ്യമുള്ളവരും, 2 പണം കൈവശമുള്ളവരും. അപ്പൊ പണത്തിന് ആവശ്യമുള്ളവർ പണം കണ്ടെത്താൻ വരുന്ന മാർക്കറ്റാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അപ്പൊ അത് ലോകത്ത് എവിടെ നിന്നും നിങ്ങൾക്ക് പണം കണ്ടെത്താൻ സാധിക്കും. അപ്പൊ ഇന്ത്യയിലൊരു വ്യവസായത്തിന് അവരുടെ വ്യവസായത്തിലേക്ക്, അവരുടെ ഇൻഡസ്ട്രിയിലേക്ക്, അവരുടെ ഫേമിലേക്ക് നിക്ഷേപം ആവശ്യമുണ്ട്. അവരപ്പോൾ വിദേശത്ത് നിക്ഷേപകർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ എന്ന് അവർ ആരായുകയാണ്. അതിന്റെ ഭാഗമായിട്ട് അവരുടെ പ്രോജക്റ്റിൽ അല്ലെങ്കിൽ അവരുടെ ഫേമിൽ താല്പര്യം തോന്നിയ ഒരു വിദേശ നിക്ഷേപകൻ, ഒരു ഫോറിൻ ഇൻവെസ്റ്റർ ഒരു $10 million ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവന്ന $10 million ഏത് ട്രാൻസാക്ഷൻ ആണ്? ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണ്. കാരണം എന്താണ്? പണത്തിന് ആവശ്യമുള്ള ഒരു ഫേം പണം കണ്ടെത്താൻ ശ്രമിക്കുകയും പണം കൈവശമുള്ള ഒരു ഫോറിൻ ഇൻവെസ്റ്റർ അതിൽ താല്പര്യം ജനിക്കുകയും അദ്ദേഹം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. സോ ഇത്തരത്തില് ഫണ്ട് റൈസിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇന്ത്യക്കും പുറലോകത്തിനും ഇടയ്ക്ക് നടക്കുകയാണ് എങ്കിൽ അത് രേഖപ്പെടുത്തുന്ന മാർക്കറ്റാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനായിട്ടുള്ള മാർക്കറ്റ്. അത് ഗുഡ്സും അല്ല, സർവീസസും അല്ല. അത് ഗുഡ്സും സർവീസസിന്റെ മാർക്കറ്റ് അല്ല, മറിച്ച് എന്താണ്? പണത്തിന് ആവശ്യമുള്ള ഒരു പണം കണ്ടെത്തുന്ന മാർക്കറ്റാണ്. അപ്പൊ പണത്തിന്റെ ഒഴുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ രൂപത്തിലാകാം, ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണമാകാം, അല്ലെങ്കിൽ ആളുകൾ കടമായി നൽകുന്ന പണമാകാം. കടം കൊടുക്കുന്നതും ആവാം, കടം വാങ്ങുന്നതും ആകാം. ഇൻവെസ്റ്റ്മെന്റ് അങ്ങോട്ട് കൊണ്ടുപോകുന്നതും ആകാം, ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതും ആകാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്ന ആ സിസ്റ്റമാറ്റിക് അക്കൗണ്ട് അല്ലെങ്കിൽ ആ പറയുന്ന ആ ഒരു എന്താ പറയണ്ടേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, വരവും ചെലവും രേഖപ്പെടുത്താനുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ വരവായിട്ടും ചെലവായിട്ടും നമ്മൾ 2 അക്കൗണ്ടുകൾ മുൻനിർത്തിയാണ് ഐറ്റംസ് എൻട്രി ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് അക്കൗണ്ട് മുൻനിർത്തിയും
അടുത്തത് ഫിനാൻഷ്യൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മുൻനിർത്തി. അപ്പൊ നിങ്ങൾ പറ, BOPക്ക് എത്ര അക്കൗണ്ട് ഉണ്ട്? BOPക്ക് 2 അക്കൗണ്ട്സ് ആണുള്ളത്. BOP ഇന്നും ഇതിനകത്തൊരു മാറ്റം ഉണ്ടായി. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിന് തന്നെ ഈ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അടങ്ങുന്ന അക്കൗണ്ടിനെ വീണ്ടും ബൈഫർക്കേറ്റ് ചെയ്തു IMF. അത് ഇന്ത്യ റാറ്റിഫൈ ചെയ്തെങ്കിലും നമ്മൾ ഇപ്പോഴും സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് ഒരു 2 അക്കൗണ്ട് സിസ്റ്റമാണ്. ഇന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഫോളോ ചെയ്യുന്ന എന്താണ്? ഒരു 2 അക്കൗണ്ട് സിസ്റ്റമാണ്. RBIയുടെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും 2 അക്കൗണ്ട്സേ കാണാൻ സാധിക്കത്തുള്ളൂ. അതിൽ രണ്ടാമത്തെ അക്കൗണ്ടിനെ ഫർദർ ബൈഫർക്കേറ്റ് ചെയ്തു. സോ അടിസ്ഥാനപരമായിട്ട് 2 അക്കൗണ്ടേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് ഇന്ത്യയും പുറലോകവും തമ്മിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന ഒരു അക്കൗണ്ടും, അടുത്തത് ഏതാണ്? അടുത്തത് ഇന്ത്യയും പുറലോകവും തമ്മിലുള്ള പണത്തിന്റെ ഇടപാടുകൾ രേഖപ്പെടുത്താനുള്ള, പണം ആസച്ച് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നൽകുകയോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് സ്വീകരിക്കുകയോ കടമായിട്ട് നൽകുകയോ കടമായിട്ട് സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് രേഖപ്പെടുത്തുന്ന ഒരു അക്കൗണ്ട്. അപ്പൊ നിങ്ങൾ പറ, BOPക്ക് എത്ര അക്കൗണ്ട് ഉണ്ട്? BOPക്ക് 2 അക്കൗണ്ട് ആണുള്ളത്. BOPക്ക് എത്ര അക്കൗണ്ട് ആണുള്ളത്? 2 അക്കൗണ്ട് ആണുള്ളത്. ആദ്യത്തെ അക്കൗണ്ട് ഏതാണ്? ആദ്യത്തെ അക്കൗണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്. രണ്ടാമത്തത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ട്. ഓക്കെ, ഗുഡ്സ് ആൻഡ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട ബാലൻസ് ഓഫ് പേയ്മെന്റിലെ അക്കൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കറണ്ട് അക്കൗണ്ട്. എന്താണ്? കറണ്ട് അക്കൗണ്ട് എന്നാണ് വിളിക്കുന്നത്. ഗുഡ്സ് ആൻഡ് സർവീസസുമായിട്ട് ബന്ധപ്പെട്ട ബാലൻസ് ഓഫ് പേയ്മെന്റിലെ ആ അക്കൗണ്ട് ഉണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേരെന്താണ്? അതിനെ വിളിക്കുന്ന പേര് കറണ്ട് അക്കൗണ്ട് എന്നാണ്. ഇനി ഗുഡ്സ് ആൻഡ് സർവീസസ് അക്കൗണ്ട് എന്നല്ല, കറണ്ട് അക്കൗണ്ട് എന്നാണ്. ഇനി ഇന്ത്യയും പുറലോകവും തമ്മിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന അക്കൗണ്ട് ഇല്ലേ? ഇന്ത്യയും പുറലോകവും തമ്മിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന അക്കൗണ്ട് ഇല്ലേ? അതിനെ വിളിക്കുന്ന പേര് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അതിനെ വിളിക്കുന്ന പേരെന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. അപ്പൊ BOPക്ക് എത്ര സബ് അക്കൗണ്ട് ഉണ്ട്? 2 സബ് അക്കൗണ്ട് ഉണ്ട്. കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. അപ്പൊ ഇതിന്റെ ബാലൻസ് എങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത്? കറണ്ട് അക്കൗണ്ടിലെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നോക്കിയിട്ട് എത്ര ബാലൻസ് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നോക്കിയിട്ട് എത്ര ബാലൻസ് ഉണ്ട്, ടോട്ടൽ ഇൻഫ്ലോയും ടോട്ടൽ ഔട്ട്ഫ്ലോയും നോക്കിയിട്ട് എത്ര ബാലൻസ് ഉണ്ട്. ഇതാണെന്ത്? ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്നുള്ള അടവ് വരവ് ശിഷ്ടം നമ്മുടെ എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്റ്റേണൽ അക്കൗണ്ട് എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയും പുറലോകവും തമ്മിലുള്ള സാമ്പത്തിക വ്യവഹാരങ്ങളുടെ ഒരു ഇമ്പോർട്ടന്റ് റെഫറൻസ് ആയിട്ട് BOP മാറുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഇറ്റ് ഗിവ്സ് ദ പിക്ചർ എനി ടൈം, എനി ഗിവൺ ടൈം, എന്താണ് ഇന്ത്യയുടെ അവസ്ഥ ഇൻ ടേംസ് ഓഫ് ക്യാഷ് ഫ്ലോ. എക്സ്റ്റേണൽ ട്രാൻസാക്ഷൻസ് കാരണം ഇന്ത്യയുടെ ക്യാഷ് ഫ്ലോയുടെ അവസ്ഥ എന്താണ്, എത്ര മെച്ചമുണ്ട്, എത്ര ബാക്കിയുണ്ട് എന്നൊക്കെ ഉള്ളത് അറിയണമെങ്കിൽ എന്ത് നോക്കിയാൽ മതി? ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് നോക്കിയാൽ മതി. ബാലൻസ് ഓഫ് പേയ്മെന്റ് അത്തരണത്തിൽ എത്ര അക്കൗണ്ട്സ് ഉണ്ട്? 2 അക്കൗണ്ട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. ആർ യു ഗെറ്റിംഗ് മീ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇനി ക്യാഷ് ഫ്ലോ മനസ്സിലാക്കാനും ട്രിക്ക് ഉണ്ട്. ക്യാഷ് ഫ്ലോ അറിയാനും എന്തുണ്ട്? ട്രിക്ക് ഉണ്ട്. ആദ്യമേ നമുക്ക് കറണ്ട് അക്കൗണ്ട് എടുക്കാം. ഇനി തൊട്ട് കറണ്ട് അക്കൗണ്ട് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരേണ്ടത്? ഇന്ത്യയും പുറലോകവും തമ്മിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ട്രാൻസാക്ഷൻസ് നടക്കുന്ന അക്കൗണ്ട് ആയിരിക്കും എന്ത്? കറണ്ട് അക്കൗണ്ട്. ഇന്ത്യയും പുറലോകവും തമ്മിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ട്രാൻസാക്ഷൻ നടക്കുന്ന അക്കൗണ്ട് ആണെന്ന് കറണ്ട് അക്കൗണ്ട്. ഇമാജിൻ ദിസ് ഈസ് ഇന്ത്യ. ഓക്കെ, ഇന്ത്യ ഇങ്ങനെ നമ്മൾ വരച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇങ്ങനെ പുറമേക്ക് പോവുകയാണ്. ഇന്ത്യയിൽ നിന്ന് പോവാണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് വെളിയിലേക്ക് പോവുകയാണ്. ഗുഡ്സ് ആൻഡ് സർവീസസ് അക്കൗണ്ടിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഗോൾഡൻ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ക്യാഷ് ഫ്ലോ. ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത്? ക്യാഷ് ഫ്ലോ. ഇപ്പൊ നിങ്ങൾ വീട്ടിലേക്ക് മീൻ വാങ്ങുന്നു, ക്യാഷ് ഫ്ലോ എങ്ങോട്ടാണ്? ക്യാഷ് ഫ്ലോ നിങ്ങൾ ആ മീൻ വെണ്ടർക്ക്, ഫിഷ് വെണ്ടർക്ക് ക്യാഷ് കൊടുക്കും, മീൻ നിങ്ങൾ എടുക്കും. അപ്പൊ മീനിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ത്? ക്യാഷ് ഫ്ലോ. നിങ്ങൾ ചെരുപ്പ് വാങ്ങുന്നു, ചെരുപ്പ് നിങ്ങളിലേക്ക്, ക്യാഷ് ആ ചെരുപ്പ് കടയിലേക്ക്. അപ്പം സാധനത്തിന്റെ അല്ലെങ്കിൽ സേവനത്തിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത്? ക്യാഷ് ഫ്ലോ നടക്കുന്നത്. സാധനത്തിന്റെ അല്ലെങ്കിൽ സേവനത്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് നടക്കുന്നത്? ക്യാഷ് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ച് തേങ്ങ കൊണ്ടുചെന്ന് വിറ്റു, അങ്ങാടിയിൽ ചന്തയിൽ കൊണ്ടുചെന്ന് തേങ്ങ വിറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ തേങ്ങയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നിങ്ങൾ തേങ്ങ ഒരു ഹോൾസെയിലായിട്ട് ഒരു കടയിൽ കൊണ്ട് കൊടുത്തു. ഓക്കെ, തേങ്ങ അങ്ങോട്ട് പോയി, ക്യാഷ് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. അപ്പൊ നിങ്ങൾ ഇനി ഗുഡ്സ് ആൻഡ് സർവീസസ് അക്കൗണ്ട് ആണോ, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത്? ക്യാഷ് ഫ്ലോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യയുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ ഇന്ത്യക്ക് ഹ്യൂജ് ട്രേഡ് ഡെഫിസിറ്റ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വരവെത്ര, ചെലവെത്ര, വരവിന് കാരണമായിട്ടുള്ള സംഭവങ്ങൾ എന്താണ്, ചെലവിന് കാരണമായിട്ടുള്ള സംഭവങ്ങൾ എന്താണ്, വരവും ചെലവും കൂടെ തട്ടിച്ചു നോക്കുമ്പോൾ ഏതാണ് കൂടുതൽ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോജിക്ക് വേണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ആർ യു ഗെറ്റിംഗ് മീ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ശ്രദ്ധിച്ചേ.
സോ മൈ പോയിന്റ് ഈസ് ദാറ്റ് ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക, ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ക്യാഷ് ഫ്ലോ. അത് മനസ്സിലായല്ലോ. അങ്ങനെയാണ് എങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് പല രാജ്യങ്ങളിലേക്ക് പോകുന്ന സിനാരിയോ ഇമാജിൻ ചെയ്തേ. എന്തിന്റെ മൂവ്മെന്റാണ് ഞാൻ ഈ വരച്ചേക്കുന്നത്? ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന്റെ ഡയറക്ഷനാണ് വരച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് ഫ്ലോ എങ്ങോട്ടായിരിക്കും? ക്യാഷ് ഫ്ലോ എങ്ങോട്ടായിരിക്കും? ക്യാഷ് ഫ്ലോ ഇന്ത്യയിലേക്ക്. ക്യാഷ് ഫ്ലോ എങ്ങോട്ടായിരിക്കും? ക്യാഷ് ഫ്ലോ ഇന്ത്യയിലേക്ക്. ക്യാഷ് ഫ്ലോ ഇന്ത്യയിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് പുറം രാജ്യത്തേക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എക്സ്പോർട്ട് എന്നല്ലേ വിളിക്കുന്നത്. എക്സ്പോർട്ടിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇപ്പോൾ എന്താ കണ്ടേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ക്യാഷ് ഫ്ലോ, ഇന്ത്യയിലേക്ക് ക്യാഷ് ഫ്ലോ അല്ലേ കണ്ടേ? അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എഴുതിക്കൂടെ? എക്സ്പോർട്ട് റിസൾട്ട്സ് ഇൻ ക്യാഷ് ഇൻഫ്ലോ. എക്സ്പോർട്ട് റിസൾട്ട്സ് ഇൻ ക്യാഷ് ഇൻഫ്ലോ. എക്സ്പോർട്ട് റിസൾട്ട്സ് ഇൻ ക്യാഷ് ഇൻഫ്ലോ എഴുതിക്കൂടെ? എഴുതാം. ഇനി സിമിലർലി ഇന്ത്യയിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് വരുന്ന സിനാരിയോ ഇമാജിൻ ചെയ്യും. പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും വരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ വരുന്നു. ആഫ്രിക്കയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഇന്ത്യയിലേക്ക് ഗോൾഡ് ഉൾപ്പെടെയുള്ള പ്രഷ്യസ് മെറ്റൽസ് വരുന്നു. ചൈനയിൽ നിന്ന് ബാറ്ററി ടെക്നോളജിയും ബാറ്ററിയുടെ മൊഡ്യൂൾസും വരുന്നു. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫ്ലോ എങ്ങോട്ടാണ്? ഇന്ത്യയിലേക്കാണ്. സോ ഇന്ത്യയിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇമ്പോർട്ട് എന്നല്ലേ പറയുന്നത്. സോ ഇന്ത്യയിലേക്ക് വന്നെങ്കിൽ ക്യാഷ് ഫ്ലോ എങ്ങോട്ടായിരിക്കും? ക്യാഷ് ഫ്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ക്യാഷ് ഫ്ലോ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ ഇന്ത്യയിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് വരുന്നതിനെ ഇമ്പോർട്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇമ്പോർട്ട് റിസൾട്ട്സ് ഇൻ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് വിളിക്കാം. ഇമ്പോർട്ട് റിസൾട്ട്സ് ഇൻ വാട്ട്? ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് വിളിക്കാം. ഇമ്പോർട്ട് റിസൾട്ട്സ് ഇൻ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് വിളിക്കാം. ആർ യു ഗെറ്റിംഗ് മീ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? സോ എക്സ്പോർട്ട് റിസൾട്ട്സ് ഇൻ ക്യാഷ് ഇൻഫ്ലോ, ഇമ്പോർട്ട് റിസൾട്ട്സ് ഇൻ ക്യാഷ് ഔട്ട്ഫ്ലോ. ഇമ്പോർട്ട് റിസൾട്ട്സ് ഇൻ ക്യാഷ് ഔട്ട്ഫ്ലോ. ഇത് കാണാതെ പഠിക്കരുത്. അപ്പൊ കറണ്ട് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ക്യാഷ് ഫ്ലോ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാം. എക്സ്പോർട്ട് ആണെങ്കിൽ ഇൻഫ്ലോ, ഇമ്പോർട്ട് ആണെങ്കിൽ ഔട്ട്ഫ്ലോ. എക്സ്പോർട്ട് ആണെങ്കിൽ ഇൻഫ്ലോ, ഇമ്പോർട്ട് ആണെങ്കിൽ ഔട്ട്ഫ്ലോ. എന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് വരുമ്പോഴോ അവിടെ ഒന്നിനും എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ടല്ല ക്യാഷ്. കറൻസിയുടെ അവിടുത്തെ റോൾ എന്തല്ല? കറൻസി serves not as a medium of exchange. Rather, the currency itself is flowing in the form of investment അല്ലെങ്കിൽ ബോറോയിങ് അല്ലെങ്കിൽ ലെൻഡിങ് അല്ലേ? ഫിനാൻഷ്യൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് വരുമ്പോൾ അവിടെ കറൻസി ആസ് സച്ച് ഫ്ലോ ചെയ്യണം, ഒന്നിനും എഗെയിൻസ്റ്റ് അല്ല. പക്ഷെ ഇവിടെ എന്താ? കറണ്ട് അക്കൗണ്ടിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് അവിടുത്തെ താരം. അതുകൊണ്ട് തന്നെ കറൻസിയുടെ റോൾ എന്താണ്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. കറൻസിയുടെ റോൾ എന്താണ്? മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസിന് എഗെയിൻസ്റ്റ് ആയിട്ട് പോയതുകൊണ്ടാണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നുള്ള ലോജിക്ക് നമ്മൾ അവിടെ ഉപയോഗിച്ചത്. എന്നാൽ ക്യാപിറ്റൽ അക്കൗണ്ടിലോട്ട് വരുമ്പം കറൻസി ഒന്നിനും എഗെയിൻസ്റ്റ് ആയിട്ടല്ല അവിടെ ഉപയോഗിക്കുന്നത്. മറിച്ചോ കറൻസി ഇറ്റ് സെൽഫ് ഈസ് ഫ്ലോയിങ്. എന്തിന്റെ ഫോമായിട്ട്? ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. ഇന്ത്യയിലേക്ക് ഒരു വിദേശ നിക്ഷേപം നടത്തുന്നു. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൊണ്ടുവരുന്നു. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൊണ്ടുവരുന്നു. എന്താണ് അത്? ഇൻഫ്ലോ ആണ്. എന്താണ്? ഇൻഫ്ലോ ആണ്. ഇന്ത്യ ഗവൺമെന്റ് കടം വാങ്ങുന്നു. ഇന്ത്യ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? കടം വാങ്ങുന്നു. ഇൻഫ്ലോ ആണ്. ഇന്ത്യയിൽ ഒരു സ്വകാര്യ കമ്പനി കടം വാങ്ങുന്നു വിദേശത്ത് നിന്ന്. ഇൻഫ്ലോ ആണ്. അപ്പൊ കടം വാങ്ങിയതാണോ ഇൻവെസ്റ്റ്മെന്റ് ആണോ എന്നൊന്നും ചിന്തിക്കേണ്ട. ഇന്ത്യയിലോട്ടാണോ ഈ സംഗതികൾ വരുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിൽ അതെല്ലാം എന്തായിരിക്കും? അതെല്ലാം ഇൻഫ്ലോ ആയിരിക്കും. ക്യാപിറ്റൽ അക്കൗണ്ടിൽ അതെല്ലാം എന്തായിരിക്കും? അതെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലോ ആയിരിക്കും. ക്യാപിറ്റൽ അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫ്ലോ ആയിരിക്കും. ഇനി ഇന്ത്യ ഗവൺമെന്റ് ഭൂട്ടാന് അവരുടെ ബഡ്ജറ്റ് സ്പോൺസർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 5000 കോടി രൂപ കടം കൊടുക്കുന്നു. ഔട്ട്ഫ്ലോ ആണ്. എന്താണ്? ഔട്ട്ഫ്ലോ ആണ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വ്യക്തി UK ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഔട്ട്ഫ്ലോ ആണ്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ബാങ്ക് ഒരു വിദേശ ട്രേഡർക്ക് ലോൺ കൊടുക്കുന്നു. ഔട്ട്ഫ്ലോ ആണ്. അപ്പം നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? ഇന്ത്യയിലേക്ക് വരുന്നതെല്ലാം ഇൻഫ്ലോ, ഇന്ത്യയിൽ നിന്ന് പോകുന്നതെല്ലാം ഔട്ട്ഫ്ലോ. ഇന്ത്യയിലേക്ക് വരുന്നതെല്ലാം ഇൻഫ്ലോ, ഇന്ത്യയിൽ നിന്ന് പോകുന്നതെല്ലാം ഔട്ട്ഫ്ലോ. ക്ലിയർ ആണോ? ഇത്രയും കാര്യം ഒന്ന് അറിഞ്ഞാൽ മതി. ഇതതിൻ്റെ ഫണ്ടമെന്റൽ ആണ്. ഞാൻ അല്ലാതെ ക്വസ്റ്റ്യനും കൂടെ സോൾവ് ചെയ്ത് തരാം. സോ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നലെ ഒരാൾ ഡൗട്ട് ചോദിച്ചിരുന്നു എന്താണ് ഈ ഇൻവിസിബിൾസ് എന്നുള്ളത്. ഞാൻ അതിൻ്റെ അകത്ത് വോയിസ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തു തരാം. സോ ഇത് അഡ്വാൻസ്ഡ് എക്കണോമിക്സിലെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്. നമ്മൾ ന്യൂ എക്കണോമിക് റിഫോംസ് റെഫറൻസ് ആക്കി എടുത്തുകൊണ്ടാണ് ഇതൊന്ന് പഠിക്കുന്നത്. അല്ലാതെ പെർസെ എക്സ്റ്റേണൽ അക്കൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെന്റ് നമ്മുടെ സിലബസിലില്ല. KS ഉണ്ടായിരുന്നു. KS ബാലൻസ് ഓഫ് പേയ്മെന്റും അതുപോലെ തന്നെ
ഫോറിൻ ട്രേഡ് പോളിസി ഒക്കെ സിലബസിലുണ്ട്. പക്ഷേ ഇവിടെ അത് ചോദിക്കാനുള്ള അടിസ്ഥാനം എന്താ? ഓൾറെഡി കേരള PSC ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലെന്നൊന്നും കരുതരുത്. നിങ്ങളിപ്പോൾ കണ്ട 2 ക്വസ്റ്റ്യനും കേരള PSC ചോദിച്ചതാണ്. പക്ഷെ കേൾക്കുമ്പോൾ ഫാക്ച്വൽ ആയിട്ട് തോന്നും. പക്ഷെ അത് ഫാക്ച്വൽ ആണോ? അതിനകത്തൊക്കെ കൃത്യമായ ചരിത്രമുണ്ട്. അപ്പം 1991 മുന്നേയും 1991 ശേഷം എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ വൃത്തിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഏരിയ അങ്ങ് പഠിച്ച് മാറ്റാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പിന്നെ നിങ്ങൾക്ക് അതൊരു ബൗൺസറായിട്ട് ഫീൽ ചെയ്യത്തില്ല. വളരെ ഇൻഫോംഡ് ചോയ്സ് എടുത്ത് ആൻസറിലെത്താൻ പറ്റും. അപ്പം നമുക്ക് ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് പോളിസിയുടെ എവല്യൂഷൻ ഒന്ന് പെട്ടെന്ന് ഞാൻ പറയാം. പറഞ്ഞ ശേഷം എന്ത് ചെയ്യാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എന്തായിരുന്നു? സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ ഒരു ഓപ്പൺ എക്കണോമി ആയിരുന്നു. ഓപ്പൺ എക്കണോമി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണം നിലനിന്നിരുന്ന സമയമായതുകൊണ്ട് തന്നെ നമ്മളൊരു ഓപ്പൺ എക്കണോമി ആയിരുന്നു. ബ്രിട്ടീഷ് ഭരണ കാലയളവിൽ എന്തുകൊണ്ട് ഇന്ത്യ ഓപ്പൺ എക്കണോമി ആണെന്ന് ഞാൻ പറഞ്ഞു. അത് ബ്രിട്ടീഷ് താല്പര്യങ്ങൾ അത്തരത്തിലായിരുന്നു. അവർ നമ്മുടെ കൃഷിയെ വാണിജ്യവൽക്കരിച്ചു. നമ്മുടെ ഈ ഇൻഡസ്ട്രീസിനെയൊക്കെ ഇൻഡസ്ട്രിയലൈസ് ചെയ്യുന്ന രീതിയിലായിരുന്നു അവരുടെ ബ്രിട്ടീഷ് പാർലമെന്റ് നടപ്പിലാക്കിയ നയങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ ചാർട്ടർ ആക്ടുകളാണെങ്കിലും കൗൺസിൽ ആക്ടുകളാണെങ്കിലും ഒക്കെ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം എത്തുമ്പം എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു മാർക്കറ്റ് അല്ലെന്ന് പറയാൻ പറ്റത്തില്ല, ഓപ്പൺ എക്കണോമിയാണ്, മാർക്കറ്റാണ്. ഇന്ത്യൻ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താണ്? ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ വാസ് എ മാർക്കറ്റ് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഫ്രം എബ്രോഡ്. ഓക്കെ, അപ്പൊ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് അല്ലേ? നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന എന്താണ്? അത്രയധികം വില കിട്ടാത്ത റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ എഴുതുവാണേ, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് റോ മെറ്റീരിയൽസ് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. സേ ഇമാജിൻ നമ്മൾ ഒരു മാസം അന്നത്തെ കാലയളവിൽ അന്നത്തെ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഇമാജിൻ ഒരു ഗിവൺ മന്ത്, ജൂൺ 1940 BOP ഞാനിവിടെ എഴുതുകയാണ്. റോ മെറ്റീരിയൽസ് ഇമാജിൻ, ഞാൻ അടങ്ങിൽ എല്ലാ റോ മെറ്റീരിയൽസും കൂടെ പല ആവശ്യങ്ങൾക്കായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് എൻ്റെ കണക്ക് എഴുതാൻ പോവാണ്. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇൻഫ്ലോ കിട്ടും. സേ $1,000 ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയെന്ന് വിചാരിക്കും. എത്രയാണ്? $1,000 നമുക്ക് ഇൻഫ്ലോ ഉണ്ട്. ഇന്ത്യയിലേക്ക് റോ മെറ്റീരിയൽ ഒന്നും തന്നെ വന്നിട്ടില്ല, അല്ലെ വന്നെന്ന് വിചാരിച്ചോ, ഒരു $10 റോ മെറ്റീരിയൽ ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ ഇന്ത്യ അതിന്റെ പേയ്മെന്റ് ആയിട്ട് $10 കൊടുത്തു. ഇവിടെ നമ്മൾ എഴുതുന്നത് ആക്ടിവിറ്റി ഇവിടെ എഴുതിയിട്ട്, മീൻസ് നമ്മൾ ഇവിടെ ഐറ്റം എഴുതിയിട്ട് ആക്ടിവിറ്റി അല്ല, ആക്ടിവിറ്റി കാരണമുള്ള ക്യാഷ് ഫ്ലോ ആണ് എഴുതുന്നത്. കാരണം ക്യാഷ് ഫ്ലോ എഴുതാനുള്ളതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി നമ്മൾ മനസ്സിലാക്കണം. ഇൻഫ്ലോ ആണെങ്കിൽ അവിടെ നടന്ന ആക്ടിവിറ്റി എക്സ്പോർട്ട് ആണ്, ഔട്ട്ഫ്ലോ ആണെങ്കിൽ അവിടെ നടന്ന ആക്ടിവിറ്റി ഇമ്പോർട്ട് ആണ്. ഇനി ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് ഞാൻ അങ്ങ് ഹെഡിങ്ങിൽ ഒതുക്കുകയാണ്. ഫിനിഷ്ഡ് ഗുഡ്സ്, ഈ റോ മെറ്റീരിയൽസ്, ഈ $1,000 വർത്ത് റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും, ബ്രിട്ടന്റെ കേസ് എടുക്കും, ബ്രിട്ടൻ ആണല്ലോ പ്രധാനമായിട്ടും, ബ്രിട്ടൻ ഈ $1,000 വർത്ത് റോ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് $40,000 വർത്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തത്. $40,000 വർത്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. സോ അതിന്റെ പേയ്മെന്റ് ആര് കൊടുക്കണം? ഇന്ത്യ കൊടുക്കണം. ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തുവെങ്കിൽ അവിടെ നടന്ന ആക്ടിവിറ്റി ഇമ്പോർട്ട് ആണെങ്കിൽ അവിടുത്തെ ക്യാഷ് ഫ്ലോ എന്തായിരിക്കും? ഔട്ട്ഫ്ലോ ആയിരിക്കും. അപ്പം $40,000 ആണെന്ത്? $40,000 ആണ് അവിടുത്തെ. $1,000 ഉപയോഗിച്ചുകൊണ്ട് അവർ $40,000 പ്രോഡക്ട്സ് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇറക്കുമതി ആണെങ്കിൽ അവിടെ ഔട്ട്ഫ്ലോ അല്ലേ വരുന്നത്? ആണ്. ഇനി ഇന്ത്യയുടെ ഫിനിഷ് പ്രോഡക്ട്സ് എല്ലാം കൂടെ നമുക്കിടയിൽ ഒരു $3,500 ഫിനിഷ് പ്രോഡക്റ്റ് ഇമാജിൻ ഉണ്ട്, സാധനം ഉണ്ട്, പക്ഷേ $3,500 ഉള്ളൂ. ഓക്കെ, $3,500 ഫിനിഷ്ഡ് പ്രോഡക്ട്സ് നമ്മൾ UK കയറ്റുമതി ചെയ്തു. അതിന്റെ പേയ്മെന്റ് നമുക്ക് ഇൻഫ്ലോ ആയിട്ട് $3,500 കിട്ടി. ഇനി ബാലൻസ് ഓഫ് പേയ്മെന്റ് പറയടേ. ഇതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ ഇതാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. അപ്പൊ ടോട്ടൽ ഔട്ട്ഫ്ലോ എത്രയാണ്? 40,010. ഒറ്റ 10, 100, 1000, 10,000, $40,010. ടോട്ടൽ ഇൻഫ്ലോ എത്ര? വെറും $4,500. വെറും $4,500. ഇതല്ലേ വരവ്? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതല്ലേ വരവ്? ഞാൻ എഴുതിയ സ്ഥലം ശരിയായില്ല അല്ലെ? ഇതല്ലേ വരവ്? 4,500. ചെലവെത്ര? 40,010.
വരവും ചെലവൂടെ നോക്കുമ്പം നമുക്ക് എന്തുണ്ടെന്ന് പറ. $4,500 ഇങ്ങോട്ട് കിട്ടുമ്പം $40,010 നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ പതിറ്റാണ്ടില് ഇന്ത്യക്ക് എന്തുകൊണ്ടേ ഹ്യൂജ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ഉള്ള രാജ്യമാണ് ഇന്ത്യ. ഈസ് ദാറ്റ് മേക്കിംഗ് സെൻസ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ത്യക്ക് എന്തുകൊണ്ട് ഹ്യൂജ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റ് ഉണ്ടെന്നുള്ളത് ഈ ഡെമോൺസ്ട്രേഷൻ വഴി നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടിയോ? നിങ്ങൾക്ക് പിടികിട്ടി? ഇതിനപ്പുറത്ത് അത് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ ചുമ്മാ ഒരു ഹൈപ്പോത്തറ്റിക്കലി ഒരു ജൂൺ മാസം എടുത്തിട്ട്, ക്ലിയർ അല്ലേ? ഐഡിയ ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഐഡിയ ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു ഹ്യൂജ് BOP ഡെഫിസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്? ഇന്ത്യക്ക് ഹ്യൂജ് ഡെഫിസിറ്റ് ഉണ്ടെന്ന് പറയാൻ കാരണം ഇതാണ് കാരണം. ഓക്കെ, ഇന്ത്യ റോ മെറ്റീരിയൽസും ചീപ്പായിട്ടുള്ള റോ മെറ്റീരിയൽസും കുറച്ച് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കൂടുതൽ സാധനങ്ങൾ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട ഗവൺമെന്റ് ആണ് ബ്രിട്ടീഷ് ഗവൺമെന്റ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന് നഷ്ടമൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേരന്റ് കൺട്രി റിച്ച് ആയാൽ മതി. അവരുടെ കോളനി ആയിട്ടുള്ള ഇന്ത്യ റിച്ച് ആവണം എന്നുള്ള താല്പര്യം ആർക്കില്ല? ബ്രിട്ടീഷുകാർക്കില്ല. അപ്പൊ അതാണ് ഇവിടെ ഫസ്റ്റ് സ്ലൈഡിൽ പറയുന്നത്. ഇന്ത്യ വാസ് ആൻ ഓപ്പൺ എക്കണോമി അറ്റ് ദ ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്, ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. പക്ഷേ ഇന്ത്യ ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓൺ ബിഹാഫ് ഓഫ് ഇന്ത്യ ഹു ഈസ് ആക്ച്വലി പാർട്ടിസിപ്പേറ്റിംഗ്? ബ്രിട്ടൻ ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് വിത്ത് ദെയർ പൊളിറ്റിക്കൽ ഏജൻസ്, അല്ലെങ്കിൽ വിത്ത് ദെയർ വൈസ്രോയ്, അല്ലെങ്കിൽ അവരുടെ ഗവൺമെന്റ് ആണ് അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇന്ത്യക്കാരാണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ബട്ട് ഇന്ത്യ വാസ് മെയിൻലി എക്സ്പോർട്ടിംഗ് പ്രൈമറി കമ്മോഡിറ്റീസ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? പ്രൈമറി കമ്മോഡിറ്റീസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, റോ മെറ്റീരിയൽസ് ഒക്കെയാണ് ബ്രിട്ടൻ ആവശ്യമുള്ളതാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. തിരിച്ച് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതോ മാനുഫാക്ചേർഡ് കമ്മോഡിറ്റീസ്. ഓക്കെ, അത് ഫൈൻ ആയിട്ടുള്ള ഫാക്ടറി മെയ്ഡ് ആയിട്ടുള്ള ചീപ്പ് ആയിട്ടുള്ളതാണ്. പക്ഷെ ലാർജ് വോളിയത്തിൽ ഇന്ത്യക്കാർക്ക് ആവശ്യമുള്ളതെല്ലാം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്. അതിന്റെ ഭാഗമായിട്ട് ഒന്ന് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് അശേഷം ഇല്ലാതായിട്ടുണ്ട്. ഇതിന്റെ ഒരു വോളിയം കാരണമുള്ള പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് വെരി ഹ്യൂജ്. അത് ഇമ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഫോറക്സ് റിസർവിൽ നിന്ന് പേയ്മെന്റ് ആയിട്ട് പോകും. അപ്പൊ ഇതൊരിക്കലും ഒരു കാലത്തും ഇന്ത്യക്ക് എന്തായിട്ടില്ല? ബെനിഫിഷ്യൽ ആയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതും പുതിയ ഗവൺമെന്റ് ഇന്ത്യയുടെ അധികാരത്തിലേറുന്നതും. സോ ഈ ഒരു അവസ്ഥ ഇറ്റ് ലീഡ്സ് ടു വാട്ട്? ഇറ്റ് ലീഡ്സ് ടു എ ഡ്രെയിൻ ഓഫ് വെൽത്ത്. ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഈ BOP സിറ്റുവേഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് വിളിക്കാം. ഇന്ത്യൻ റിസോഴ്സസും ഇന്ത്യൻ ജനങ്ങളെയും നല്ല രീതിയിൽ ചൂഷണം ചെയ്തുകൊണ്ടുള്ള ഇന്ത്യയുടെ വെൽത്ത് ചൂഷണം ചെയ്യുന്ന ഒരു ഏർപ്പാടല്ലേ. അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എങ്ങനെയാ കിട്ടിയത്? ഇവിടുന്നുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട്. ഇനി അവരുടെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആരാ വാങ്ങുന്നത്? നമ്മൾ ഇന്ത്യക്കാര്. അപ്പൊ ഇതെന്താണ്? ഇത് ഡ്രെയിൻ ഓഫ് വെൽത്ത് ആണ്. ഓക്കെ, അപ്പം ഇത് വളരെ ക്ലിയർ കട്ട് എക്സാമ്പിൾ ഓഫ് ഡ്രെയിൻ ഓഫ് വെൽത്ത് ആണ്. അപ്പൊ ഇനി എക്സസ് ഇമ്പോർട്ട് ഓഫ് മാനുഫാക്ചർഡ് കമ്മോഡിറ്റീസ്, അത് കാരണം ഉണ്ടായ വേറൊരു സംഭവം എന്താണ്? ഈ എക്സസ് ഇമ്പോർട്ട് കാരണം നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് റൂയിൻഡ് ആവുകയും ചെയ്യുന്നു. which widened deindustrialization in India. Okay, so this was the scenario when India attained independence. എന്തായിരുന്നു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരുന്നു അവസ്ഥ. അത് ഫോറിൻ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാരണം എന്താണ്? ഇന്ത്യ വാസ് എ കൺട്രി വിത്ത് ഹ്യൂജ് BOP ഡെഫിസിറ്റ്. സോ അങ്ങനൊരു രാജ്യം അതിന്റെ ഫോറിൻ ട്രേഡ് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഫോറിൻ ട്രേഡ് പോളിസി എൻവിസേജ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു ഇതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കത്തില്ലയോ? ഈ ഒരു അവസ്ഥയെ കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കില്ലയോ? തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റ് എന്ത് കൗണ്ടർ ചെയ്യാൻ ശ്രമിച്ചു? ഈ പറയുന്ന ഒരു നിലനിൽക്കുന്ന BOP കണ്ടീഷൻ റിവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ, അതിനെ കോമ്പാറ്റ് ചെയ്യാനായിട്ടുള്ള നയങ്ങൾ എടുത്തു. അങ്ങനെ ഇന്ത്യയുടെ ആനുവൽ എക്സിം പോളിസീസ് എല്ലാം തന്നെ എന്തായിരുന്നു? ആനുവൽ എക്സിം പോളിസീസ് എല്ലാം ഇന്ത്യയെ ഒരു ക്ലോസ്ഡ് എക്കണോമി ആയിട്ട് കണക്കാക്കിക്കൊണ്ടുള്ളതായിരുന്നു. എന്താണ്? ഇന്ത്യ വാസ് ഓൾമോസ്റ്റ് എ ക്ലോസ്ഡ് എക്കണോമി. കാരണം എന്താണ്? നമ്മുടെ ഭരണാധികാരികള് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, പാസ്റ്റ് എക്സ്പീരിയൻസ് വാസ് വെരി ബിറ്റർ. ഇന്ത്യ ഹാഡ് എ വെരി ബിറ്റർ എക്സ്പീരിയൻസ് ഇൻ ടേംസ് ഓഫ് ഫോറിൻ ട്രേഡ് ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് റൂളിംഗ് പീരീഡ്. ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ നമ്മുടെ ട്രേഡ് എക്സ്പീരിയൻസ് വാസ് വെരി ബിറ്റർ. ഓക്കെ, സോ ഇന്ത്യ എന്ത് തീരുമാനിച്ചു? ഇമ്പോർട്ടും എക്സ്പോർട്ടും ഉണ്ട്. അതാണ് എക്സിം പോളിസി. ഇമ്പോർട്ട് ഹെവിലി റെസ്ട്രിക്ട് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. എന്താണ്? ഇമ്പോർട്ട് എന്ത് ചെയ്യാം? ഹെവി ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ ഗവൺമെന്റ് എത്തുകയാണ്. ഇന്ത്യ ഗവൺമെന്റ് ഡിസൈഡഡ് ടു റെസ്ട്രിക്ട് ഇമ്പോർട്ട്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ ഓഫ് BOP ക്രൈസിസ്. എന്താണ്? ഫിയർ ഓഫ് BOP ക്രൈസിസ്. ഓക്കെ,
ഇനി ഇന്ത്യ എടുത്ത ഇമ്പോർട്ട് പോളിസീനെ വിളിക്കുന്ന പേര് നിങ്ങൾ ചുരുക്കത്തിൽ അതിനെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി എന്ന് വിളിച്ചാൽ മതി. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി എന്ന് വിളിച്ചാൽ മതി. ടെക്നിക്കലി ഇറ്റ് ഈസ് നോൺ ആസ് പ്രയോറിറ്റി ബേസ്ഡ്, ടെക്നിക്കലി ഇറ്റ് ഈസ് നോൺ ആസ് പ്രയോറിറ്റി ബേസ്ഡ് ഇമ്പോർട്ട് റെജീമെ ആയിരുന്നു അത്. എന്താണ് പ്രയോറിറ്റി ബേസ്ഡ് ഇമ്പോർട്ട് റെജീമെ? അതാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് പ്രയോറിറ്റി ബേസ്ഡ് ഇമ്പോർട്ട് റെജീമയിലേക്കാണ് ഇന്ത്യ കടന്നത്. എന്താണ് ഈ പ്രയോറിറ്റി ബേസ്ഡ് ഇമ്പോർട്ട് റെജീമെ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അവശ്യ വസ്തുക്കൾ ഇമ്പോർട്ട് ചെയ്യും, അതുപോലെ തന്നെ നോൺ എസെൻഷ്യൽ കമ്മോഡിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യും? റെസ്ട്രിക്ട് ചെയ്യും. അങ്ങനെ ഇന്ത്യ ഇന്ത്യ മെയിൻറ്റെയിൻഡ് 3 ലിസ്റ്റ്, 3 ലിസ്റ്റുകൾ ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ് ആ 3 ലിസ്റ്റുകൾ എന്നുള്ളത്. അപ്പം ഇന്ത്യയുടെ ഡൊമസ്റ്റിക് എക്കണോമിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്റർനാഷണൽ ട്രേഡിൽ ഇറ്റ് കംസ് ടു ഇന്റർനാഷണൽ ട്രേഡ് ടു പ്രൊട്ടക്ട് ആൻഡ് സേഫ് ഗാർഡ് ഇന്ത്യസ് ഡൊമസ്റ്റിക് എക്കണോമി, ഇന്ത്യ താരിഫ് ആൻഡ് നോൺ താരിഫ് മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ട്രേഡിനെ, ഇന്ത്യക്ക് ഡിട്രിമെന്റൽ ആയിട്ടുള്ള ഇന്റർനാഷണൽ ട്രേഡിനെ എന്ത് ചെയ്തു? കോമ്പാറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിനെ നേരിട്ടു. ഓക്കെ, അപ്പൊ താരിഫ് ബാരിയേഴ്സ് എന്താണ്, നോൺ താരിഫ് ബാരിയേഴ്സ് എന്താണെന്ന് അറിയണം, അതിലോട്ട് പോവാം. അപ്പൊ ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്ത, അതായത് നമ്മുടെ ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസിയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഒരു ഇമ്പോർട്ട് റെജീമെ ഒരു പ്രയോറിറ്റി ബേസ്ഡ് ഇമ്പോർട്ട് റെജീമെ ആയിട്ട് മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഹാഡ് ദിസ് 3 ലിസ്റ്റ്. ഇന്ത്യ മെയിൻറ്റെയിൻ ദിസ് 3 ലിസ്റ്റ്. അപ്പം നമ്മൾ ഇനി പഠിക്കുന്ന 2 കമ്മിറ്റീസ് ആണ് പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഫോറിൻ ട്രേഡ് റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് pre-91 പീരീഡ്സിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. അതിലൊന്ന് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, ഏതാണ്? ആബിദ് ഹുസൈൻ കമ്മിറ്റിയും പിന്നെ ഒന്ന് അലക്സാണ്ടർ കമ്മിറ്റിയും. ഓക്കെ, ഇത് രണ്ടും ഏകദേശം ഒരു പതിറ്റാണ്ടിന്റെ ഇടയ്ക്ക് അപ്പോയിന്റ് ചെയ്യപ്പെട്ട കമ്മിറ്റി എന്നാണ്. അതിൽ ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻസ് അക്സെപ്റ്റ് ചെയ്ത്, ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്ത് നടപ്പിലാക്കിയ കമ്മിറ്റി ആബിദ് ഹുസൈൻ കമ്മിറ്റി റെക്കമെൻഡേഷൻ ആണ്. ഓൾമോസ്റ്റ് സിമിലർ ആണ്. അലക്സാണ്ടർ കമ്മിറ്റി റെക്കമെൻഡേഷൻസും ആബിദ് ഹുസൈൻ കമ്മിറ്റി റെക്കമെൻഡേഷൻസും സിമിലർ ആണ്. സിമിലർ എന്ന് പറയാൻ കാരണം, നമ്മൾ ഇവിടെ ഈ പഠിക്കുന്ന ലിസ്റ്റുകളെല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഡൈല്യൂട്ട് ചെയ്യണം, അത് അബോളിഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട 2 പരിഷ്കാര കമ്മീഷൻസ് ആണെന്ത്? ആബിദ് ഹുസൈൻ കമ്മീഷനും അലക്സാണ്ടർ കമ്മീഷനും. അപ്പൊ തുടക്കത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ലിസ്റ്റിലോട്ടൊക്കെ പോകാൻ, അതായത് 3 ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ BOP ക്രൈസിസ് തന്നെയാണ് കാരണം. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടും നമ്മുടെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രയോറിറ്റി ബേസ്ഡ് ഇമ്പോർട്ട് റെജീമെ നമ്മൾ നടപ്പിലാക്കിയത് വിത്ത് 3 ടൈപ്സ് ഓഫ് ലിസ്റ്റ്. ഏതൊക്കെയാണ് ആ ലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഐറ്റംസ് ബാൻഡ്. എന്താണ് ബാൻഡ് ഐറ്റംസ്? പൂർണ്ണമായിട്ട് നിരോധിക്കപ്പെട്ട ഐറ്റംസിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഐറ്റംസ് റെസ്ട്രിക്റ്റഡ് എന്ന് പറയുമ്പോൾ നിരോധിച്ചിട്ടില്ല, സബ്ജക്ട് ടു ഇമ്പോർട്ട് ലൈസൻസ് ആൻഡ് ക്വാണ്ടിറ്റി റെസ്ട്രിക്ഷൻസ്. ഇമ്പോർട്ട് ലൈസൻസ് ഉള്ള, ക്വാണ്ടിറ്റി റെസ്ട്രിക്ഷൻസ് ഉള്ള ഐറ്റംസിനെയാണ് എന്തെന്ന് പറയുന്നത്? റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ കാനലൈസ്ഡ്, ഇതെല്ലാം നെഗറ്റീവ് ലിസ്റ്റ് ആണ്. അപ്പം നമുക്കൊരു പ്രയോറിറ്റി ബേസ്ഡ് ഇമ്പോർട്ട് റെജീമയിലേക്ക് വരുമ്പം there existed a long negative list of imports. ആ ലോങ് നെഗറ്റീവ് ലിസ്റ്റ് എന്നുള്ളത് അത് എന്താ പറയണ്ടേ, അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ വരുന്നത് 3 ടൈപ്സ്. നെഗറ്റീവ് ലിസ്റ്റിനെ തന്നെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തേതാണ് ബാൻഡ്, കംപ്ലീറ്റ് ബാൻ ആണ്. ബാൻഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ് ബാൻ ഉള്ളതാണ് ബാൻഡ് ലിസ്റ്റ്. അടുത്ത ഐറ്റം റെസ്ട്രിക്റ്റഡ്. ഇവിടാണ് എന്ത് വരുന്നത്? ഇമ്പോർട്ട് ലൈസൻസ് ഉള്ളവർക്ക് ഈ ഐറ്റം ഇറക്കുമതി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി അൺലിമിറ്റഡ് ആയിട്ട് ഇറക്കുമതി ചെയ്യാൻ സാധിക്കില്ല, ക്വാണ്ടിറ്റി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇനി മൂന്നാമത്തതാണ് കാനലൈസ്ഡ് എന്നുള്ളത്. എന്താണ് കാനലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐറ്റംസ് വിച്ച് ഹാവ് ടു ബി ഇമ്പോർട്ടഡ് ഓൺലി ത്രൂ എ specified agencies, and these agencies were mainly public sector entities. ഓക്കെ, ഉദാഹരണത്തിന് MMTC. അപ്പോൾ നമുക്ക് ചില സ്പെഷ്യൽ മെറ്റൽസ് ഒക്കെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യണം. അതങ്ങനെ വെളിയിൽ നിന്ന് ആർക്കും അത് ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള അവകാശമില്ല. ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, മിനിസ്ട്രി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിനിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ അത് ഇറക്കുമതി ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൈൻഡ് ഓഫ് ഒരു ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ ആണ്, അല്ലെ? കംപ്ലീറ്റ് ബാൻ ഉണ്ട്, അവിടെ എന്ത് ചെയ്യാനേ പറ്റത്തില്ല, ഇറക്കുമതി ചെയ്യാനേ പറ്റത്തില്ല. റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് ഉണ്ട്, അവിടാണ് ഇമ്പോർട്ട് ലൈസൻസ് ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ എന്തും വരുന്നുണ്ട്, കോട്ട റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി റെസ്ട്രിക്ഷനും വരുന്നുണ്ട്. ഇനി കാനലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഓൺലി ത്രൂ സ്പെസിഫൈഡ് ഏജൻസീസിന് മാത്രം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കാനലൈസ്ഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. സോ ദീസ് 3 ലിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് വാട്ട് നെഗറ്റീവ് ലിസ്റ്റ്. ഈ 3 ലിസ്റ്റുകളുടെ സാന്നിധ്യമാണ് ഇന്ത്യയെ എന്തെന്ന് വിളിക്കാൻ കാരണം
ഇന്ത്യ ഒരു ക്ലോസ്ഡ് എക്കണോമി എന്ന് വിളിക്കാൻ കാരണം. ക്ലോസ്ഡ് എക്കണോമി എന്ന് വിളിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെൻ ഇറ്റ് കംസ് ടു ഇമ്പോർട്ട്, എക്സ്പോർട്ടിലും ഉണ്ട് കേട്ടോ. എക്സ്പോർട്ടിനെയും നമ്മൾ വളരെ അപ്രഹെൻഷനിലോടാണ് നോക്കി കണ്ടിട്ടുള്ളത്. സോ വി ആർ ഫോക്കസിങ് മെയിൻലി ഓൺ പ്രൊഡക്ഷൻ ടു സസ്റ്റെയിൻ ദ ഇന്ത്യൻ എക്കണോമി, അല്ലെ ഇന്ത്യൻ പീപ്പിൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യ സർപ്ലസ് പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യണമെന്നൊന്നും താല്പര്യപ്പെട്ടിട്ടില്ല. അപ്പോൾ എക്സ്പോർട്ടും കമ്മിയായിരുന്നു. ഇമ്പോർട്ടിൽ ഈ 3 പ്രധാനപ്പെട്ട ലിസ്റ്റ് നിൽക്കുന്നതുകൊണ്ട് ഇമ്പോർട്ട് അവശ്യ സാധനങ്ങൾ ഒഴിച്ച്, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ഒഴിച്ച് ബാക്കി ഒന്നും തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അതിലോട്ട് ഞാൻ വരാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ ലോങ് നെഗറ്റീവ് ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ട്സ്. ആ ലോങ് നെഗറ്റീവ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്? കംപ്ലീറ്റ് ബാൻ ഉള്ള ലിസ്റ്റ് ഉണ്ട്, ബാൻഡ് ഐറ്റംസ് ഉണ്ട്, റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലൈസൻസ് വേണ്ടുന്ന അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ക്വാണ്ടിറ്റി റെസ്ട്രിക്ഷൻസ് ഉള്ള സാധനങ്ങളെയാണ് നമ്മൾ റെസ്ട്രിക്റ്റഡ് ഐറ്റം ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ കാനലൈസ്ഡ് ലിസ്റ്റ്, സ്പെഷ്യൽ ഏജൻസീസിന് മാത്രം, സ്പെസിഫൈഡ് ഏജൻസീസിന് മാത്രം ചില വസ്തുക്കൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥ. സോ ഇത് കഴിഞ്ഞിട്ടുള്ളത് മാത്രമേ ഇന്ത്യയിൽ ഫ്രീ ആയിട്ട് ഇറക്കുമതി ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ചുരുക്കം. ഈ 3 ലിസ്റ്റും താണ്ടി വരുന്ന സാധനങ്ങളെ മാത്രമേ ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫ്രീ ആയിട്ട് ഇറക്കുമതി ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇറക്കുമതി ചെയ്യാൻ പറ്റുന്ന ഐറ്റങ്ങളുടെ ലിസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓപ്പൺ ജനറൽ ലൈസൻസ് ലിസ്റ്റ്. എന്താണ്? ഓപ്പൺ ജനറൽ ലൈസൻസ് ലിസ്റ്റ് അല്ലെങ്കിൽ OG ലിസ്റ്റ് എന്ന് വിളിക്കും. OG, ഓപ്പൺ ജനറൽ ലൈസൻസ് ലിസ്റ്റ്, OG ലൈസൻസ് ലിസ്റ്റ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എ വെരി ലാർജ് നെഗറ്റീവ് ലിസ്റ്റും എ വെരി സ്മോൾ OGL ലിസ്റ്റും, അപ്പം രണ്ട് ജനറലി നമ്മുടെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റെജീം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നെഹ്റു പിന്തുടരുന്നത് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റെജീമയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റെജീമയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ള ആ റെസ്ട്രിക്ഷൻ പോളിസി ടേംസിൽ കാലാകാലങ്ങളിൽ ആനുവൽ പോളിസീസിൽ 85 വരെ അവർ തുടർന്നു കൊണ്ടുപോയത് 2 ലിസ്റ്റുകൾ നടപ്പിലാക്കിക്കൊണ്ടാണ്. ആദ്യത്തേതാണ് നെഗറ്റീവ് ലിസ്റ്റ്. ഇറ്റ്സ് എ വെരി ലോങ് ലിസ്റ്റ്. മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് നെഗറ്റീവ് ലിസ്റ്റ് and a very small OGL list. That is what is known as open general license list. ഓക്കെ, ഇനി മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തെ ഏറ്റവും കൂടുതൽ 70കൾ വരെയൊക്കെ ലോകത്തെ ഏറ്റവും കൂടുതൽ താരിഫ് അല്ലെങ്കിൽ ഇറക്കുമതി നികുതി ചുമത്തിയിരുന്ന രാജ്യം കൂടി എന്താണ്? ഇന്ത്യയായിരുന്നു. ഓക്കെ, ചൈനയോ അമേരിക്കയോ ഒന്നുമല്ല. ആരാണ്? ഇന്ത്യയായിരുന്നു. ഇന്ത്യ വാസ് കൈൻഡ് ഓഫ് പീക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഒരു 300% വരെയൊക്കെ ലെവി ചെയ്തിരുന്ന രാജ്യമാണെന്ത്? ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഉണ്ടായ മാറ്റങ്ങളാണ് പോസ്റ്റ് റിഫോം പീരീഡിൽ മറ്റേ പ്രൊസീജിയറൽ സ്ട്രക്ചറൽ റിഫോംസിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യ വാസ് എ വെരി ഹെവിലി ട്രേഡ് റെസ്ട്രിക്റ്റീവ് നേച്ചർ നിലനിന്നിരുന്ന ഒരു എക്കണോമിയാണെന്ത് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കണ്ടത് എന്തുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്? ഇമ്പോർട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്. അതിന്റെ കാരണമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ആ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചത്. സോ അതൊക്കെയാണ് കാര്യമെന്നിരിക്കെ ഇന്ത്യയിൽ എന്തായിരുന്നു? ഇന്ത്യയിൽ 2 ലിസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 2 ലിസ്റ്റ്, ഒന്ന് നെഗറ്റീവും ഒന്ന് ഒരു ചെറിയ OGL ലിസ്റ്റും ആയിരുന്നു. ഓക്കെ, പിന്നെ താരിഫിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ തന്നെ താരിഫ് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തിയിരുന്ന രാജ്യങ്ങളിലൊന്ന് ആരായിരുന്നു? നമ്മുടെ ഇന്ത്യ തന്നെയായിരുന്നു. അപ്പൊ എന്താണ് താരിഫ്, നോൺ താരിഫ് എന്ന് പെട്ടെന്ന് നോക്കേ. ട്രേഡ് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടി 2 തരത്തിലുള്ള മെഷേഴ്സ് ഉപയോഗിക്കാറുണ്ട്, താരിഫും നോൺ താരിഫും. ഇന്ത്യ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇത് രണ്ടും ഒരുമിച്ച് ഉപയോഗിച്ചിരുന്നു. ഓക്കെ, താരിഫ് റെസ്ട്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഗതി ഇത്രയേ ഉള്ളൂ. എന്താണ്? കസ്റ്റംസ് ഡ്യൂട്ടി. താരിഫ് എന്ന് പറഞ്ഞാൽ ടാക്സ് എന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന താരിഫ് ഏതാണ്? കസ്റ്റംസ് ഡ്യൂട്ടിയാണ്. കസ്റ്റംസ് ഡ്യൂട്ടി എന്തിനൊക്കെ ലെവി ചെയ്യാം? ഇമ്പോർട്ടിനും ലെവി ചെയ്യാം, എക്സ്പോർട്ടിനും ലെവി ചെയ്യാം. ഓക്കെ, ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡഡ് അഡീഷണൽ പ്രൈസ് ആണ്, വിലക്കകത്ത് കയറി വരുന്നതാണല്ലോ ഇൻഡയറക്റ്റ് ടാക്സസ് എല്ലാം തന്നെ. സോ വില കൂടിക്കഴിഞ്ഞാൽ ഏതൊരു ഉൽപ്പന്നവും എന്തായി മാറും? ലെസ് അപ്പീലിംഗ് ആയിട്ട് മാറും. വില കൂടുന്നതിനനുസരിച്ച് ഏതൊരു ഉൽപ്പന്നത്തിന്റെ എന്ത് കുറയും? അപ്പീൽ കുറയും. ഏതൊരു ഉൽപ്പന്നത്തിന്റെ എന്ത് കുറയും? അപ്പീൽ കുറയും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഏതൊരു ഉൽപ്പന്നത്തിന്റെയും അപ്പീൽ കുറയും. വില കൂടുന്നതനുസരിച്ചിട്ട് ഏതൊരു ഉൽപ്പന്നത്തിന്റെയും അപ്പീൽ കുറയും. അപ്പൊ താരിഫ് മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്ന ഇമ്പോർട്ടിനെ ലെസ് അപ്പീലിംഗ് ആക്കാം. നേരത്തെ പറഞ്ഞ പോലെ 300% ഡ്യൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കൂടെ? 300% ഡ്യൂട്ടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബക്കറ്റിന്റെ വില 30 രൂപ. അതിൻ്റെ അകത്ത് 300% എന്ത് ഈ താരിഫ് ഡ്യൂട്ടി. ഒരു ബക്കറ്റ് വരിക എന്ന് വിചാരിച്ചാൽ ബക്കറ്റിന്റെ അടിസ്ഥാനമല്ല 30 രൂപയാണ്, 30 രൂപയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് 300% ഡ്യൂട്ടിയും കൂടെ വന്നു കഴിഞ്ഞാൽ ബക്കറ്റിന്റെ വില എത്ര ആവും? 30ന്റെ 100% 30, 60, 90, 120 രൂപയാവും. ആരെങ്കിലും 30 രൂപയുടെ ബക്കറ്റ് 120 രൂപ കൊടുത്ത് വാങ്ങുമോ? വാങ്ങത്തില്ല.
അപ്പൊ 30 രൂപയ്ക്ക് കയറ്റുമതി ചെയ്യുന്നവർ ഈ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ വില 120 പറയുമ്പോൾ അങ്ങോട്ട് കയറ്റി വിടുവോ? അവിടെ ഒരു പൂച്ചക്കുഞ്ഞു പോലും എന്ത് വാങ്ങത്തില്ല, ഈ ബക്കറ്റ് വാങ്ങത്തില്ല. ഇതാണ് അതിന്റെ ഇംപ്ലിക്കേഷൻ. ഇത്തരത്തിൽ താരിഫ് ഉയർത്തിക്കൊണ്ട് വിദേശത്തു നിന്നുള്ള ഇറക്കുമതിയെ ക്ഷീണിപ്പിക്കുക, ഡിസ്കറേജ് ചെയ്യുക, അതിനെ എന്താ പറയണ്ടേ, അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നതിനെ എന്തെന്ന് പറയുന്നത്, താരിഫ് ബാരിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ അത് പ്രയോഗിച്ചിട്ടുണ്ടോ? ഈ ഉറപ്പായിട്ടും പ്രയോഗിച്ചിട്ടുണ്ട്. ഇനി അടുത്തതാണ് നോൺ താരിഫ്. അടുത്താണെന്ത്? നോൺ താരിഫ്. എന്താണ് നോൺ താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കോ, അതെന്തല്ല, താരിഫിന്റെ രൂപത്തിലുള്ളതല്ല, കസ്റ്റംസ് ഡ്യൂട്ടിയുടെ രൂപത്തിലുള്ളതല്ല. എന്ന് പറഞ്ഞാൽ ടാക്സ് വെച്ചല്ല ഇവിടെ റെസ്ട്രിക്ഷൻ നടത്തുന്നത്. മറിച്ചോ കോട്ടയാണ്. ഓക്കെ, അപ്പൊ കോട്ട റെസ്ട്രിക്ഷൻസ് എന്ന് വിളിക്കും. നമ്മൾ കണ്ടല്ലോ ഓൾറെഡി, റെസ്ട്രിക്റ്റീവ് ലിസ്റ്റ് കണ്ടപ്പോൾ ലൈസൻസും കോട്ട റെസ്ട്രിക്ഷൻസും അവിടെ കണ്ടതല്ലേ. അപ്പൊ കോട്ട റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാം, പക്ഷെ മേക്ക് ഷുവർ ദാറ്റ് യുവർ ഇമ്പോർട്ട് വോണ്ട് എക്സീഡ് 1000 മെട്രിക് ടൺസ്. നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ഗോതമ്പ് ഇറക്കുമതി ചെയ്യാം, പക്ഷേ 1000 മെട്രിക് ടണ്ണിൽ കൂടുതൽ ഗോതമ്പ് ഇറക്കുമതി ചെയ്യാൻ പാടില്ല. പക്ഷേ ഇത്തവണ റഷ്യ ഉൽപ്പാദിപ്പിച്ചത് ഇന്ത്യൻ മാർക്കറ്റ് ഉദ്ദേശിച്ചാണ്. അവർക്ക് നല്ല ബോണസ് അടിച്ചു, നല്ല കൃഷിയിൽ നിന്ന് നല്ല ആദായം കിട്ടി. അപ്പം ഈ 1000 മെട്രിക് ടൺ മാത്രമല്ല, അവർ ഇന്ത്യയിലേക്ക് ഒരു 10000 മെട്രിക് ടണ്ണാണ് ഇറക്കുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇന്ത്യ എത്ര അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ? 1000 മെട്രിക് ടണ്ണെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം റഷ്യയുടെ താല്പര്യങ്ങൾ അവിടെ ഹനിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ കോട്ട റെസ്ട്രിക്ഷൻസ് ഇന്ത്യ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയുടെ ടേംസിൽ. യു ക്യാൻ ഇമ്പോർട്ട്, ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യുവർ ഇമ്പോർട്ട് ഷാൾ നോട്ട് എക്സീഡ് ഓർ വിൽ നോട്ട് എക്സീഡ് സർട്ടൺ ക്വാണ്ടിറ്റി. ഇത്ര ക്വാണ്ടിറ്റിക്ക് മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന പോലെ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ അത് താരിഫാണോ, ടാക്സ് ആണോ? ടാക്സ് അല്ല. ഇനി അടുത്ത ഒന്നുണ്ട്, നോൺ താരിഫ് നോൺ കോട്ട റെസ്ട്രിക്ഷൻസ്. ഇപ്പൊ കണ്ടുവരുന്നത് ഇതാണ്, നോൺ താരിഫ് നോൺ കോട്ട റെസ്ട്രിക്ഷൻസ്. നിങ്ങൾക്ക് അതിന് ഉദാഹരണം ഏതാണെന്ന് പറയാമോ? അത് ടാക്സിന്റെ രൂപത്തിലും അല്ല, കോട്ടയുടെ രൂപത്തിലും അല്ല, ക്വാണ്ടിറ്റിയുടെ രൂപത്തിലും അല്ല. കാരണം ഇപ്പം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ബാക്കി അന്താരാഷ്ട്ര നിയമങ്ങളും ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി അമിതമായിട്ട് ചെലുത്താൻ സാധിക്കത്തില്ല. പക്ഷെ അതിനെയൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് അമേരിക്കയും ചൈനയും ട്രേഡ് വാറിൽ ഏർപ്പെട്ടത്. അതുകൊണ്ടാണ് WTO ICUവിലാണെന്നൊക്കെ ചിലർ ആക്ഷേപിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ സാധാരണ നിലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ താരിഫ് ബാരിയർ ചെലുത്താൻ പാടില്ല, മീൻസ് താരിഫ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ പാടില്ല. കോട്ട റെസ്ട്രിക്ഷൻസ് കൊണ്ട് നമ്മൾ ഇനി പഠിക്കും. ഗാട്ട് എഗ്രിമെന്റിന് ശേഷം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നപ്പോൾ പ്ലസ് IMFന്റെ നിർദ്ദേശപ്രകാരവും നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, ഇന്ത്യ എല്ലാവിധമായ 1991 ശേഷമുള്ള റിഫോം മെഷറാണ് കേട്ടോ, ഇന്ത്യ എല്ലാവിധമായിട്ടുള്ള കോട്ട റെസ്ട്രിക്ഷൻസും എടുത്ത് കളയണമെന്ന് പറയുന്നുണ്ട്. അത് ഇന്ത്യ പാലിക്കുന്നുണ്ട്, പക്ഷെ സമയം ചോദിക്കുന്നുണ്ടായിരുന്നു. 1991 റിഫോംസിന്റെ ഭാഗമായിട്ടും 1994 WTO നിലവിൽ 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നതിന്റെ ഭാഗമായിട്ടും കോട്ട റെസ്ട്രിക്ഷൻസിന്റെ അകത്ത് കോട്ട റെസ്ട്രിക്ഷൻസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. 2 ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് അത് പറയുന്നുണ്ട്. അത് ഇന്ത്യ നടപ്പിലാക്കുന്നുണ്ട്, ബട്ട് ഇൻ എ ഫേസ്ഡ് മാനർ. തുടക്കത്തിൽ നമ്മൾ അതിനെന്ത് ചോദിക്കുന്നുണ്ട്? കാലതാമസം അല്ലെ കാലാവധി ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പ്രോമിസ് ചെയ്യാണ് 2003 നമ്മൾ എന്ത് ചെയ്യും, എല്ലാ കോട്ട റെസ്ട്രിക്ഷനും ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാക്ക് പാലിച്ചു. 2 വർഷം മുന്നേ പാലിച്ചു. 2003 നമ്മൾ ടാർഗറ്റ് പറഞ്ഞത്. 2001 തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ എല്ലാ കോട്ട റെസ്ട്രിക്ഷൻസ് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. പക്ഷെ 91, 94, 95 ടൈമിൽ നമുക്ക് പറ്റുന്നില്ല. ടൈം എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അത് അച്ചീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നോൺ കോട്ട റെസ്ട്രിക്ഷൻസ് അറിയാം, താരിഫ് റെസ്ട്രിക്ഷൻസ് അറിയാം. ഞാൻ ഇപ്പൊ ചോദിച്ചതാണ് നോൺ താരിഫ് നോൺ കോട്ട റെസ്ട്രിക്ഷൻ എന്താണെന്നാണ് ഞാൻ നിങ്ങളുടെ ചോദിക്കുന്നത്. നോൺ താരിഫ് നോൺ കോട്ട റെസ്ട്രിക്ഷൻ എന്താണ്? എനി ഐഡിയ? നോൺ താരിഫ് നോൺ കോട്ട റെസ്ട്രിക്ഷൻ എന്താണ്? അത് ടാക്സിന്റെ രൂപത്തിലും അല്ല, ക്വാണ്ടിറ്റിയുടെ രൂപത്തിലും അല്ല. ഇവിടെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് മാമ്പഴ കാലത്ത് ഇന്ത്യയുടെ ഐ തിങ്ക് ഇറ്റ് വാസ് ഫ്രം മഹാരാഷ്ട്രയിൽ നിന്ന് കയറ്റി അയച്ച കോടിക്കണക്കിന് രൂപ വില വരുന്ന, അല്ലെങ്കിൽ ഡോളർ ടേംസിൽ വളരെ വലിയ ഫോറിൻ കറൻസി ഇൻഫ്ലോ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ സാധിക്കുമായിരുന്ന മാമ്പഴം, if I'm not wrong, it is from Maharashtra. European Union multiple batches of these mangoes were rejected. എന്ത് ചെയ്തു? അവർ റിജക്റ്റ് ചെയ്തു, ഈ മാംഗോ റിജക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഒരു ട്രേഡ് റെസ്ട്രിക്ഷൻ ആണത്. മാംഗോ എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. വേറെ ഓപ്ഷൻ ഇല്ല.
അത് എക്സ്പോർട്ട് ചെയ്തവർക്ക് നാട്ടിലെത്തി വിൽക്കുക അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുക അല്ലെന്ന വേറെ ഓപ്ഷൻ ഇല്ല. അത്രയും കമ്മ്യൂട്ടേഷൻ ടൈം എടുക്കുകയും ചെയ്യും കപ്പൽ വഴി പോയി കഴിഞ്ഞാൽ. അപ്പൊ അതൊരു ട്രേഡ് റെസ്ട്രിക്ഷൻ ആണ്. അത്തരം ട്രേഡ് റെസ്ട്രിക്ഷൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നോൺ താരിഫ്, നോൺ കോട്ട. അപ്പൊ എന്താണ് സംഭവിച്ചത്? ടാക്സ് വെച്ചാണോ, ടാക്സിന്റെ പേരിലാണോ അവിടെ റിജക്ഷൻ ഉണ്ടായത്? ക്വാണ്ടിറ്റിയുടെ പേരിലാണോ റിജക്ഷൻ ഉണ്ടായത്? ഇത് രണ്ടുമല്ല. എന്താണ്? ഹൈജീൻ, എന്താണ്? വൃത്തി. അതുപോലെ തന്നെ നമ്മൾ പറയും ഹെൽത്ത്, സാനിറ്ററി ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്. എന്താണ്? ഹെൽത്ത്, സാനിറ്ററി ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ്. അതായത് അവിടെ നിരോധിക്കപ്പെട്ട ചില കീടനാശിനികളുടെ സാന്നിധ്യം ഇതിന്റെ ലാബ് ടെസ്റ്റിൽ കണ്ടെത്തി. ഈ മാങ്ങയിൽ അതിന്റെ ചെറിയ അംശം കണ്ടെത്തി. 1-2 മാങ്ങ എടുത്തുകൊണ്ട് പോയായിരിക്കും അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് എന്തുകൊണ്ട്? ആ രാജ്യത്തെ ഫൈറ്റോ സാനിറ്ററി അല്ലെങ്കിൽ ഹെൽത്ത് സാനിറ്ററി സേഫ്റ്റി റെഗുലേഷൻസിന് വിരുദ്ധമായിട്ടുള്ള ആ രാജ്യം നിരോധിച്ചിട്ടുള്ള എന്തൊക്കെയോ കെമിക്കൽസ് അല്ലെങ്കിൽ കീടനാശിനിയുടെ അളവ് അവരുടെ അനുവദിക്കുന്നതിനേക്കാളും കൂടുതൽ പരിധിയിൽ ആ മാങ്ങയിൽ ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്ത് ചെയ്തടേ? എൻ്റെ ബാച്ച് ഓഫ് മാംഗോസ് അവർ റിജക്ട് ചെയ്തു. നമ്മുടെ നാട്ടിലെങ്ങാണാണെങ്കിലോ പുഴു ഉണ്ടായപ്പോലെ നമ്മളെടുത്ത് തിന്നും. പക്ഷെ അവിടെ ചെറിയൊരു ട്രേസ് എലമെന്റിൽ ഈ സാധനം വന്നതിന്റെ പേരിൽ അവരെന്ത് ചെയ്തു? ദിസ് ഇസ് എ ന്യൂസ്. ഓക്കെ, എൻ്റെ അകത്തെ സ്റ്റേറ്റ് മഹാരാഷ്ട്ര ആണോ നോക്കണം, യൂറോപ്യൻ യൂണിയൻ ആണോ ബ്രിട്ടൻ ആണോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ട്. ബട്ട് ദിസ് ഹാപ്പൻഡ്. അപ്പോൾ ഫൈറ്റോ സാനിറ്ററി, ഹെൽത്ത്, സേഫ്റ്റി റെഗുലേഷൻസ് ഒക്കെ മുൻനിർത്തി എന്ത് ചെയ്യാം? ട്രേഡ് റെസ്ട്രിക്ട് ചെയ്യാം. എന്ത് ചെയ്യാം? ട്രേഡ് റെസ്ട്രിക്ട് ചെയ്യാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തതാണ്, നിങ്ങളുടെ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്ത തുണിത്തരങ്ങളിൽ അല്ലെങ്കിൽ അപ്പാരൽസിൽ, ഫുട്വെയർസിൽ ചൈൽഡ് ലേബർ ഉണ്ട്. എന്താണ്? ചൈൽഡ് ലേബർ ഉണ്ട്, വിച്ച് ഈസ് അഗെയിൻസ്റ്റ് ILO കൺവെൻഷൻ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കൺവെൻഷൻ അഗെയിൻസ്റ്റ് ആണ് ചൈൽഡ് ലേബർ. പക്ഷെ വി ഡിറ്റക്റ്റഡ് ദാറ്റ് ഫ്രം ഇന്ത്യ, ഫ്രം ബംഗ്ലാദേശ്, ഫ്രം പാകിസ്ഥാൻ, these products, when these products were manufactured, children were involved as laborers. So it's against the convention, so we won't accept. അതുകൊണ്ട് ഞങ്ങൾ ഇത് എന്ത് ചെയ്യത്തില്ല? അക്സെപ്റ്റ് ചെയ്യത്തില്ല. താരിഫാണോ, ക്വാണ്ടിറ്റി ആണോ, സ്റ്റിൽ റിജക്ട് ചെയ്തില്ലേ? അപ്പം ഇന്നത്തെ കാലത്തെ ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഏത് രൂപത്തിൽ വരും നമുക്ക് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങൾ ബ്ലഡ് ഡയമണ്ട് ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് വരുന്ന ഡയമണ്ടുകൾ ഇപ്പൊ നമുക്കറിയാം വിത്ത് സർട്ടിഫിക്കറ്റാണ് വരുന്നത്. പണ്ട് നിങ്ങൾക്കറിയാം ആഫ്രിക്കയിൽ ബ്ലഡ് ഡയമണ്ട് മൂവി കണ്ടാൽ മതി, ഡിക്കാപ്രിയോന്റെ. ഓക്കെ, ആ സിനിമയുടെ അവസാനം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ മിനിസ്റ്റീരിയൽ മീറ്റിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് എ വെരി റിയലിസ്റ്റിക് മൂവി വിച്ച് ഡീൽസ് വിത്ത് അൾട്ടിമേറ്റ് സാക്രിഫൈസ്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ബ്ലഡ് ഡയമണ്ട് ഒറിജിനലാണ്. പക്ഷെ അതിൻ്റെ അകത്ത് ഈ ഡയമണ്ടിന്റെ കൈകാര്യം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട്, ഈ ഡയമണ്ടിന്റെ വാല്യൂ അൺലോക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നൂറുകണക്കിന് ജനങ്ങളുടെ രക്തം ചിന്തിയിട്ടുണ്ട്. അതിൽ കൊലപാതകം ഉണ്ട്. അവിടെയൊക്കെ റിബൽ ഗവൺമെന്റ്സ് ഉണ്ട്. മിക്ക ഡയമണ്ട് മൈൻസും അവരുടെ കൺട്രോളിലാണ്. അവിടെ മനുഷ്യരെ ഇന്നും സ്ലേവ്സിനെ പോലെ പണിയെടുപ്പിച്ചിട്ടൊക്കെയാണ് അവരെന്ത് ചെയ്യുന്നത്? ഇതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണ്? മീഡിയേറ്റേഴ്സ്, മിഡിൽമെൻ, ദല്ലാളുമാർ മാതിരി ഇന്ത്യ പോലത്തെ, ചൈന പോലത്തെ മാർക്കറ്റിൽ ഇവരെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ എത്ര മനുഷ്യരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്? എത്ര പേർക്കാണ് അംഗഭംഗം ഉണ്ടാവുന്നത്? ഓക്കെ, സിവിൽ വാർ നടക്കുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള ഡയമണ്ട്, അപ്പൊ ഡയമണ്ട് പ്രൊക്യൂർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള രക്തരൂക്ഷിതമായിട്ടുള്ള രീതിയിൽ ഉള്ള ഡയമണ്ടുകൾ പ്രൊക്യൂർ ചെയ്യരുത്. ഡയമണ്ട് എന്തായിരിക്കണം? ലെജിറ്റ് ആയിട്ടുള്ള മാർഗത്തിലൂടെ വേണം ഡയമണ്ട്സ് പ്രൊക്യൂർ ചെയ്യാൻ. ആ സിനിമ അത് കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ബ്ലഡ് ഡയമണ്ട്സ് എഗെയിൻസ്റ്റ് വാട്ട്? എഗെയിൻസ്റ്റ് ഇന്റർനാഷണൽ നോംസ് ആണ്, WTO നോംസിന് എഗെയിൻസ്റ്റ് ആണ്. ഇപ്പം നമ്മുടെ ജോയ ലുക്കാസ് ഒരിക്കലും ബ്ലഡ് ഡയമണ്ട്സ് ഉപയോഗിക്കരുത്. അതെന്തിന് അഗെയിൻസ്റ്റാ? സാങ്ഷൻ വരും. എന്തിന് അഗെയിൻസ്റ്റ് ആണ്? WTO നോംസിന് അഗെയിൻസ്റ്റ് ആണ്. ഓക്കെ, സോ ദീസ് ആർ താരിഫ് ആൻഡ് നോൺ താരിഫ് മെഷേഴ്സ്. ഞാൻ അത് പറയാൻ കാരണം ഇന്ത്യ ഇത് രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് രണ്ടും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു അടിപൊളി സെന്റൻസ് ഉണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കേ. എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ, അതാ പറയുന്നത്, എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയ സമയം തൊട്ട് ഇന്ത്യ വാണ്ടഡ് ടു കംപ്ലീറ്റ്ലി ബ്ലോക്ക് ദ ഇമ്പോർട്ട്സ്. ഒരു സാധനം ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ഇന്ത്യക്ക് താല്പര്യമില്ലായിരുന്നു.
പക്ഷേ വെറുതെ പട്ടിണി കിടന്ന് ചാവണ്ടല്ലോ എന്ന് കരുതി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്, ചില ഐറ്റംസ് നമ്മൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തത്. അത് നോക്ക്, അതായിട്ട് വെച്ചിരിക്കുന്നത്. ദോ ഇന്ത്യ വാണ്ടഡ് ടു കംപ്ലീറ്റ്ലി ബ്ലോക്ക് ഇമ്പോർട്ട്സ്, ഇറ്റ് കുഡ് നോട്ട് ഡു സോ. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എന്താ, നമുക്ക് അന്ന് ഫുഡ് സെക്യൂരിറ്റി ഒരു കൺസേൺ ആയിരുന്നു. അപ്പം എസെൻഷ്യൽ കമ്മോഡിറ്റീസിൽ നമ്മൾ എന്താണ് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഫുഡ് ഗ്രെയിൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഫുഡ് ഗ്രെയിൻസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. ഫുഡ് ഗ്രെയിൻസ് എന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യും. പിന്നെ സെക്കൻഡ് 5 year പ്ലാൻ സമയമൊക്കെ എത്തിയപ്പോൾ നമുക്കറിയാം ഹെവി ഇൻഡസ്ട്രീസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഹെവി ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ല ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം, ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടാക്കാൻ ആവശ്യമായ ഗുഡ്സ്, അതാണ് ക്യാപിറ്റൽ ഗുഡ്സ്. ചെരുപ്പുണ്ടാക്കുന്ന ഫാക്ടറിയിൽ ചെരുപ്പുണ്ടാക്കുന്ന ഒരു മെഷീനറി ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. സോ ക്യാപിറ്റൽ ഗുഡ്സും ഫുഡ് ഗ്രെയിൻസും ആണ് പ്രധാനമായിട്ടും നമ്മുടെ OGL ലിസ്റ്റിൽ വന്നിരുന്നത്. OGL ലിസ്റ്റ് എന്താണ്, ഓപ്പൺ ജനറൽ ലിസ്റ്റ്, ഓപ്പൺ ജനറൽ ലൈസൻസ് ലിസ്റ്റ്. ഓപ്പൺ ജനറൽ ലൈസൻസ് ലിസ്റ്റിൽ പ്രധാനമായിട്ടും നമ്മൾ ഉൾക്കൊള്ളിച്ചിരുന്ന എന്താണ് ഫുഡ് ഗ്രെയിൻസും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗുഡ്സ്. അതും എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തേനെ, ഒഴിവാക്കിയേനെ. പക്ഷേ ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ മനുഷ്യർ മരിച്ചു. ഇത് ഒഴിവാക്കി അവരുടെ സോക്കോൾഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഒന്നും നടപ്പിലാവത്തില്ല ഇന്ത്യയിൽ. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഒന്നും ഇന്ത്യയിൽ എന്താവത്തില്ല, സക്സസ്ഫുൾ ആയിട്ട് പോകില്ല. ഹോപ്പ് യു ആർ ഗെറ്റിംഗ് മൈ പോയിന്റ്സ്. സോ ഇങ്ങനെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇനി എക്സ്പോർട്ടിലും ഇന്ത്യക്ക് ഭയങ്കര സ്ട്രോങ് പെസിമിസം ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എക്സ്പോർട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ എക്സ്പോർട്ട് നമ്മൾ റെഗുലേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്തു. ഓക്കെ, ഈ കാരണം കൊണ്ട് ഈ ഇമ്പോർട്ടിലും എക്സ്പോർട്ടിലും നമ്മൾ ഈ ഒരു നയം സ്വീകരിച്ചത് കാരണം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റുകൾ നഷ്ടപ്പെട്ടു. എന്ത് നഷ്ടപ്പെട്ടു, മാർക്കറ്റുകൾ നഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൗണ്ടർ പാർട്സ് ആയിട്ടുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ എക്കണോമീസ് അത് മുതലാക്കുകയും ചെയ്തു. ഫിലിപ്പൈൻസ്, ഇന്തോനേഷ്യ പോലെയൊക്കെയുള്ള രാജ്യങ്ങൾ ഈ ഒരു അവസരം മുതലാക്കി. സോ ഇന്ത്യ ലോസ്റ്റ് ഇറ്റ്സ് മേജർ മാർക്കറ്റ്സ് ടു ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. ഇപ്പം ഇന്ത്യയുടെ ഗ്രോത്ത്, ആ ഒരു ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം 5 year പ്ലാൻസ് 50 തൊട്ട് ഒരു 74-75 വരെയുള്ള ആ 25 കൊല്ലം എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു വ്യക്തി അതിനെ ഒരു ആക്ഷേപ രൂപേണ വിളിച്ചതാണ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത്. ആരാണ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞ വ്യക്തിത്വം? ആരാണ്? ഇന്ത്യയിലെ അബിസ്മലി ലോ ഗ്രോത്ത് റേറ്റ്. ആ 25 വർഷത്തെ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വാസ് ലെസ് ദാൻ 4%. 4% പോലും വളർച്ചാ നിരക്ക് ഇന്ത്യക്ക് കൈവരിക്കാൻ സാധിച്ചില്ല. അതിനെയാണ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് വിളിച്ചത്. Who coined the term Hindu rate of growth? ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്നുള്ള ആ ഒരു പ്രയോഗം നടത്തിയത് ആരാണ്? എനി ഐഡിയ? ഇവിടെ തൊട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് എന്താണ് നമ്മുടെ കറണ്ട് പോയി, അതുകൊണ്ടാണ് പോസ്റ്റ് 1991 റിഫോംസിൽ എന്തൊക്കെയായിരുന്നു IMFന്റെ നിർദ്ദേശങ്ങൾ. അതുപോലെ തന്നെ IMFന്റെ നിർദ്ദേശം എന്തായിരുന്നു, അതുപോലെ 2 കമ്മിറ്റി റിപ്പോർട്ട്സ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോഴത്തെ രീതി മനസ്സിലായി. നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ച സമയം തൊട്ട് ആനുവൽ എക്സിം പോളിസീസ് വഴി നടപ്പിലാക്കിയിരുന്നത് ഒരു ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ട്രേഡ് റെസ്ട്രിക്ഷൻ ആണ്. കുറേ ലിസ്റ്റുകൾ ഇന്ത്യ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അത് ഇമ്പോർട്ട് ആണെങ്കിലും എക്സ്പോർട്ട് ആണെങ്കിലും, രാജ് കൃഷ്ണയാണ് കേട്ടോ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത്. ഇമ്പോർട്ട് ആണെങ്കിലും എക്സ്പോർട്ട് ആണെങ്കിലും നമ്മൾ റെഗുലേറ്റ് ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് മേജർ മാർക്കറ്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. സോ അടുത്ത എന്താണ്, മേജർ മാർക്കറ്റ്സ് നഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് രാജീവ് ഗാന്ധിയുടെ സമയത്ത്, ഇന്ദിരാഗാന്ധിയുടെ 1980 എന്ന് പറഞ്ഞ ഒരു കാർട്ടൺ റൈസറാണ്, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയല്ലേ ഒരു ഡ്രസ് റിഹേഴ്സലാണ്. 1991 റിഫോംസിന്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ ആരംഭിക്കുന്നത് 1980s. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മടങ്ങി വരവും അവർക്ക് ശേഷം അവരുടെ സക്സസറായിട്ട് രാജീവ് ഗാന്ധി അധികാരത്തിൽ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നുണ്ട്. ആ സമയത്താണ് ഈ 2 കമ്മിറ്റീസും അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. അലക്സാണ്ടർ കമ്മിറ്റിയും അതുപോലെ തന്നെ ആബിദ് ഹുസൈൻ കമ്മിറ്റിയും അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. സോ അവരുടെ റെക്കമെൻഡേഷൻസ് സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞു 3 year എക്സിം പോളിസി ആയിട്ട് മാറുന്നു. പിന്നീട് ക്രൈസിസ് നടന്ന ശേഷം IMFന്റെ നിർദ്ദേശാനുസരണം എന്ത് വരുന്നുണ്ട്, ഇത് 5 year എക്സിം പോളിസി ആയിട്ട് മാറുന്നുണ്ട്. 5 year എക്സിം പോളിസിയിൽ 5 year അതിന്റെ ടേം മാറി എന്നുള്ളതിന് പുറമേ തന്നെ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നുണ്ട്. സോ അത്രയും കൂടെ പറയുമ്പോൾ ഈ മോഡ്യൂൾ കംപ്ലീറ്റ് ആവും. സോ അത് അടുത്ത പാർട്ടായിട്ട് ഞാൻ ചെയ്യാം, കാരണം ഇവിടെ കറണ്ട് പോയി നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ചെയ്യാം. ബൈ.